ഭക്ഷണം കഴിച്ചോടാ. നമുക്ക് റേ ഒപ്റ്റിക്സിന്റെ ബാക്കി ഭാഗം പറയണം. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ പറയണം. റെഡി അല്ലേ? ഭക്ഷണം കഴിച്ച് റെഡിയായി വന്നോ എല്ലാവരും? യെസ്, കാണട്ടെ, കേൾക്കട്ടെ, എല്ലാവരെയും കേൾക്കട്ടെ. ഭക്ഷണം കഴിച്ച മക്കളെ? എന്തായി? രാവിലത്തെ ക്ലാസ്സിലുള്ള ആളുകളൊക്കെ ഒന്ന് അവരുടെ പ്രസൻസ് ഒരു ഫയർ ആയിട്ട് കാണിച്ചേ. രാവിലത്തെ ക്ലാസ്സിലെ ആളുകളുടെ പ്രസൻസ് ഒക്കെ ഒന്ന് ഫയർ ആയിട്ട് കാണട്ടേടാ. ഇന്നലത്തെ ക്ലാസ്സിലുള്ളവർ ഒരു റെഡ് ഹാർട്ടും ഇട്ടോളൂ. ഇന്നലത്തെ ബാക്കി കാണാൻ ഇന്ന് വന്നവർ ഒന്ന് കാണട്ടെ. രണ്ടുമുണ്ടെങ്കിൽ ഫയറും ഹാർട്ടും ആയിക്കോട്ടെ. യെസ് യെസ് യെസ്, കാണാൻ തുടങ്ങും അല്ലേ? സർ ഓഫ് തുടങ്ങാം. യെസ്, കഴിച്ചു ഭക്ഷണം കഴിച്ചു. ഗുഡ്. നമസ്കാരം സാറേ, നമസ്കാരം. ഞാൻ ഫുഡൊക്കെ കഴിച്ചാൽ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് ഉഷാറായിട്ട് വന്നു. യെസ്. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡയറക്ട്ലി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡിസ്കസ് റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പാർട്ട് 2 ആണ്. ഇതിന്റെ പാർട്ട് 1 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, ഇന്നലെ വൈകിട്ട്. സോ നല്ല സമയം കുറച്ച് കുറവായതുകൊണ്ട് ഇന്നേക്ക് ബാക്കി കൊണ്ടുവന്നതാണ്. റെഡി അല്ലേടാ മക്കളെ? ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഇക്വികോൺകേവ് ലെൻസ് of refractive index 1.5 when it is kept in a medium of refractive index 1.5 to have a power 0.5 diopter. So പറഞ്ഞത് എന്താ? Calculate the radius of curvature of equiconvex lens. Calculate the radius of curvature ആണ്. equiconvex lens ആണ്. convex lensന്റെ രണ്ട് സൈഡും നോക്കാം. രണ്ട് സൈഡും ഒരുപോലെ, സോറി കോൺകേവ് ആണ്, equiconcave ആണ്. രണ്ട് സൈഡും ഒരുപോലെയുള്ള ഈ ഒരു കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് N2 എന്നാണ് നമ്മൾ വിളിക്കുക. 1.5 ആണ് തന്നിട്ടുണ്ട്. വെൻ ഈസ് കെപ്റ്റ് ഇൻ എ മീഡിയത്തിന്റെ ഫ്രാക്ഷൻ N1 ആണ്, ദാറ്റ് ഈസ് 1.4. ടു ഹാവ് എ പവർ P is equal to -5 ഡയോപ്റ്റർ ആണ്. പവർ P is equal to 1/f എന്നുള്ള പോലെ നമുക്ക് അറിയുകയും ചെയ്യാം. സോ ഇവിടെയാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് കാര്യങ്ങൾ. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞത് 6 ആണ്. ഏത് ഫോർമുല ഉപയോഗിക്കാടാ? മിറർ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് അല്ലെ? ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്തായിരുന്നു? ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/f is equal to N2 minus N1 by N1 into 1/R1 minus 1/R2. ഇതാണ് ഫോർമുല. ഇത്രയും കാര്യം എല്ലാവരും കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ കേസിലേക്ക് വരാം. നമ്മളോട് പറഞ്ഞത് എന്താടാ? 1/f തന്നിട്ടുള്ളത് -5 ഡയോപ്റ്റർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു N2 എത്രയാണ്? 1.5 മൈനസ് 1.4 ഡിവൈഡഡ് ബൈ 1.4 ഇൻറ്റു ഈ ഭാഗത്താണ് നോക്കേണ്ടത്. ഇവിടെയാണ് ഈ ക്വസ്റ്റ്യനിലെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഏതായിരുന്നു? ഇക്വികോൺവെക്സ് ലെൻസ് ആണ്. എന്താ ഇക്വികോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R എന്ന് വിളിക്കാം അല്ലെ? രണ്ട് സൈഡും ഒരുപോലെയാണ്. ഇക്വികോൺവെക്സ് ആയതുകൊണ്ട് R1 കോൺകേവ് ആണല്ലോ. ഞാൻ ഇതിനെ കോൺകേവ് നിരക്കിടയ്ക്ക് പറയുന്നു, കോൺവെക്സ് നിരക്കിടയ്ക്ക് പറയുന്നു. ഇക്വികോൺകേവ്. അപ്പോൾ R1 is equal to R എന്ന് വിളിക്കാം. ഇനി നോക്കിക്കേ മക്കളെ, ഇവിടെ പവർ മൈനസ് തന്നിട്ടുണ്ട്. സോ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 1/R1 ഇതാണ് ഫസ്റ്റ് സർഫസ്. ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ മൈനസ് ആണ് വരിക അല്ലെ? മൈനസ് ഓഫ് 1/R എന്ന് എഴുതാം. മൈനസ് രണ്ടാം സർഫസ് ഇതാണ്. ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് R2, ഇതാണ് R1, ഇത് പ്ലസ് ആണ്, അതും R തന്നെയാണ്. സോ മൈനസ് 1/R എന്ന് വരും. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ ജസ്റ്റ് ഇനി ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഉത്തരത്തിലെത്തുക മാത്രമേ ഉള്ളൂ. -5 ഡയോപ്റ്റർ ഇസ് ഈക്വൽ ടു 1.5 ഡിവൈഡ് ബൈ 1.4 മൈനസ് 1. അങ്ങനെ എഴുതി വെച്ചു തൽക്കാലം. എന്തിനാ അപ്പം അങ്ങനെയൊക്കെ എഴുതണം അല്ലേ? എഴുതണ്ടോ? 0.1 ഡിവൈഡ് ബൈ 1.4 ഇൻറ്റു, ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കണം മക്കളെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ -1/R1 മൈനസ് 1/R1 ദാറ്റ് വിൽ ബി -2 ഡിവൈഡഡ് ബൈ R. കാര്യം മനസ്സിലായോടാ? മൈനസും അവിടെ ഉണ്ട്. അപ്പോൾ 5 ഈക്വൽ ടു 0.1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1.4 ഇൻറ്റു R. നമ്മളോട് ചോദിച്ചത് എന്താ? R ആണ് ചോദിച്ചത്. R is equal to 0.1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1.4 കിട്ടും. ആൻസർ കിട്ടും. എത്ര ആൻസർ കിട്ടുക? 2.86 സെന്റിമീറ്ററോ ആണോ? റേഡിയസ് സെയിം ആകും. യെസ്. എത്ര വരിക ചെയ്താൽ? എത്ര വരിക? എനിക്ക് തോന്നുന്നു അത്
0.03 ആണെന്നാണ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. കറക്റ്റ് ആണെന്ന് തന്നെ വിചാരിക്കുന്നു. 0.28 ആണോ? യെസ്. അയ്യോ, അത്രയും മീറ്ററാണ്. നിങ്ങൾ പറഞ്ഞ ആൻസർക്ക് തന്നെ എഴുതാം. എത്രയാണ് നിങ്ങൾ പറയുന്നത്? സോ അതിൻ്റെ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. സോ ദ ഫൈനൽ ആൻസർ അത് എഴുതിയാൽ മതി. ഞാൻ കണക്കൂട്ടി ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് കണക്കൂട്ടി എഴുതി വെച്ചാൽ മതി. അത്രയും മീറ്ററിലായിരിക്കും. കാരണം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എന്തിലായിരുന്നുടാ? ഇതെല്ലാം ഡയോപ്റ്റർ പവറാണ് എടുത്തിരിക്കുന്നത്. പവർ P is equal 1/F where F is in meter. സോ അത്രയും മീറ്റർ ആയിരിക്കും. ആ കാര്യം മറന്നു പോകരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ മക്കളെ? റെഡി അല്ലേടാ? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതോ അവിടെ എഴുതിയല്ല ക്വസ്റ്റ്യൻ. ഏത് വർഷം ചോദിച്ചതാണ്? 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 589. ഇതോ തന്നിരിക്കുന്ന കാര്യം വേഗം എഴുതുക. 589 ലാംഡ ഈക്വൽ ടു ഈസ് ഇൻസിഡന്റ് ഫ്രം എയർ ഓൺ വാട്ടർ സർഫസ് if the refractive index of water is equal to 1.33. find the wavelength, frequency and speed of refraction. Right? Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഇക്വേഷൻ ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu is equal to lambda 1 divided by lambda 2. കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് 3 ഇക്വേഷൻസ് പഠിച്ചതാണ്. mu is equal to c/v ഉണ്ടായിരുന്നു, n2 divided by n1 ഉണ്ടായിരുന്നു, v1 divided by v2 ഉണ്ടായിരുന്നു, lambda 1 divided by lambda 2 ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇക്വേഷൻസ് ആണ് പഠിച്ചു വെച്ചത്. യെസ്. സോ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് lambda 2 അല്ലേ വേണ്ടത്? ആദ്യം വേണ്ടത് lambda 2 ആണ്. സോ lambda 2 എന്ന് പറഞ്ഞാൽ lambda 1 divided by mu. അത്രയേ ഉള്ളൂ. lambda 1 എത്രയാ? 589 divided by 1.33. lambda 2 കിട്ടും. ഫസ്റ്റ് പാർട്ടായി അല്ലേ? രണ്ടാമത് എന്താ ചോദിച്ചത്? ഫ്രീക്വൻസി ആണ്. ന്യൂ ആണ് വേണ്ടത്. ന്യൂ ഇസ് ഈക്വൽ ടു സി ലാംഡ എന്ന ഇക്വേഷൻ ഉണ്ട്. 3 × 10⁸ into ലാംഡ ചെയ്താൽ ആ വാല്യൂ കിട്ടും. ആൻഡ് സ്പീഡ് ചോദിച്ചു. മൂന്നാമത്തെ ഭാഗത്ത്. അപ്പം mu is equal to c/v എന്നുള്ള ഫോർമുല ഉണ്ട്. അതിൽ mu 1.33 എന്ന് നമുക്കറിയാം. ആൻഡ് c 3 × 10⁸ ആണ് നമുക്കറിയാം. 10⁸ ആണെന്ന് അറിയാം. അതിൽ നമുക്ക് v കാണാം. സോ v is equal to 3 × 10⁸ divided by 1.33. ഈസി ആയിട്ട് കാണാം. അത്രയും മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഫ്രീക്വൻസി അവിടെ 3 ഹെഡ്സ് കിട്ടും. ഇത്രയും മീറ്റർ കിട്ടും. അല്ല, നാനോമീറ്റർ കിട്ടും. ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണേ. ഹെഡ്സ് ആക്കണമെങ്കിൽ അതിനൊന്ന് കൺവേർട്ട് ചെയ്യും വേണേ. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? നമ്മൾ ഇതൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. ഒരുപാട് സമയം അതിന് മുകളിൽ കളയേണ്ടെന്ന് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. റെഡിയാണ്, ഓക്കെ എന്ന് വിചാരിക്കുന്നു. അതിൽ ബി പാർട്ട് ഉണ്ട്. ഇപ്പോൾ എ പാർട്ടാണ് കഴിഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അതിൽ ബി പാർട്ടാണ്. നമ്മൾ ബി പാർട്ടിലേക്ക് പോകുന്നു മക്കളെ. ബി പാർട്ട് നോക്കണേ. ബി പാർട്ട് നമുക്കൊരു ജനറൽ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ സഹായിക്കുന്നതാണ്. കൃത്യമായി ശ്രദ്ധിക്കണം. യെസ്, ആൻസർ കിട്ടുന്നുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒരു മീഡിയത്തിന് വേറെ മീഡിയത്തിൽ വരുമ്പോൾ എന്ത് മാറില്ല? ഫ്രീക്വൻസി മാറില്ല. വേവ് ലെങ്ത് മാറാം, സ്പീഡ് മാറാം, പക്ഷേ ഫ്രീക്വൻസി മാറില്ല. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് മുന്നേ. ഫ്രീക്വൻസിയാണ് മാറാത്തത് കേട്ടോ. ഫ്രീക്വൻസി ചേഞ്ച് ആകില്ല. ഒരു ഓൾ ദ ബെസ്റ്റ് തരും. ഒന്നല്ല, ഒരു 1000 ഓൾ ദ ബെസ്റ്റ് തകർക്കി പോയിട്ട് എക്സാമിന്. സോ നമുക്കിപ്പോൾ പഠിക്കാം. അപ്പോൾ പഠിച്ചിട്ട് പിന്നെ അവസാനം എക്സാമിന് പോകുമ്പോൾ വലിയൊരു ഓൾ ദ ബെസ്റ്റ് തരാം കേട്ടോ. യെസ്, ബി പാർട്ടിലേക്ക് പോവുകയാണ് മക്കളെ. നമ്മളതിൻ്റെ അവിടെ പറഞ്ഞത് ഡബിൾ കോൺവെക്സ് ലെൻസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റൻസ് 1.11 വിത്ത് ബോത്ത് ഫേസസ് അറ്റ് ദ സെയിം റേഡിയസ് ഓഫ് കർവേച്ചർ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ റിക്വയർഡ് ഈ ഫോക്കൽ ലെങ്ത് ഇസ് 20 സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ നേരത്തെ കേസ് ഒന്ന് ആലോചിക്കുക. നേരത്തെ നമുക്ക് എങ്ങനെ കിട്ടിയത്? 1/p is equal to n2 - n1 divided by n1 into 2r എന്ന് കിട്ടിയിരുന്നു അല്ലേ? -2r. ഇതല്ലേ ഇക്വേഷൻ. അപ്പോൾ ജനറൽ ആയിട്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ -1/f ആണ്. ഇത് ഇതിൻ്റെ പേരില്ല, കോൺകേവിനാണ്. അപ്പോൾ കോൺവെക്സ് ആണെങ്കിൽ എന്ത് ചേഞ്ച് മാത്രമേ വരുള്ളൂ? 1/f is equal to n2 - n1 divided by n1 into 2/r എന്ന് ഫോർമുല വരും. 2/r എന്ന് വരും. അതായത് നമുക്ക് ഈ കാര്യത്തിന് എങ്ങനെ എഴുതാം? n21 - 1 എന്ന് എഴുതാം into 2/r എന്ന് എഴുതാം. മക്കളെ നമുക്ക് ഫോർമുല ഉണ്ട്. 1/ ലെൻസിലുണ്ട് r/2 equal to f എന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ f ഈക്വൽ ടു, ഇതെവിടെ മിററിന്റെ കേസിൽ r/2 f എന്ന് എഴുതുക. അപ്പൊ ഇവിടെ f ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റുക? തിരിച്ചിടണം അല്ലേ? f അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ r ഈക്വൽ ടു 2f into n21 - 1.
ഇങ്ങനെ നമുക്ക് എഴുതാം. കാര്യം മനസ്സിലായോ? നമ്മൾ നേരത്തെ എഴുതിയിരുന്ന ഫോർമുല ഏതാ? ലെൻസിന്റെ കേസിൽ, സോറി മിററിന്റെ കേസിൽ R is equal to 2F എന്നാണ് എഴുതിയിരുന്നത്. ഇവിടെ നമ്മൾ ഇതാ സിമ്പിൾ ആയിട്ട് ഇതാ R is equal to 2F into n21 minus 1 എന്നൊരു കാര്യം വരുന്നുള്ള കാര്യം ഓർത്ത് വെക്കണം കേട്ടോ, ഓർത്ത് വെക്കണം. സോ ഇതാണ് ആ മാറ്റണം. ഇവിടെ നാനോമീറ്ററിലേക്ക് ആക്കണം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ആൻസർ നാനോമീറ്ററിൽ കിട്ടി, ഇവിടെ നാനോമീറ്ററിലേക്ക് ആക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. യെസ്, അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി, ഡയറക്റ്റ്ലി ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുക? നമ്മളോട് ചോദിച്ചാൽ എന്താ? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ R ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചാൽ അല്ലേ? വിത്ത് ഫോർ സെയിം റേഡിയസ് ഓഫ് കർവേച്ചർ R is equal to എത്രയാ? അപ്പോൾ 2 into 20 അല്ലേ? ഫോക്കൽ ലെങ്ത് 20 അല്ലേ വയ്ക്കണം? യെസ്, 20 into 1.55 minus 1. കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായോ മക്കളെ? യെസ്, R is equal to 22 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. എഴുതുകയാണ് ഞാൻ 22 സെൻറ്റിമീറ്റർ. നിങ്ങൾ പറഞ്ഞു, ഞാൻ എഴുതി. ഈ കാര്യം മനസ്സിലായോ? ഫോർമുലേൻ്റെ കാര്യം മനസ്സിലായോ? ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് വന്നുള്ള കാര്യം. നമുക്കറിയാം 1/f is equal to n2 minus n1 divided by n1 into 1/r1 minus 1/r2 എന്നാണ് ഫോർമുല. ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇതിൻ്റെ R1 ഈസ് പോസിറ്റീവ്, R1 പോസിറ്റീവ് ആണ്. ആൻഡ് R2 നോക്കടാ, ഇവിടേക്കാണ് R2 ഈസ് നെഗറ്റീവ്. മനസ്സിലായോ? R2 ഇങ്ങോട്ടാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ്. സോ R2 ഈസ് നെഗറ്റീവ് ആൻഡ് R1 ഈസ് പോസിറ്റീവ്. അത് കൊടുക്കുമ്പോൾ ഫോർമുല എങ്ങനെയാണ് വരിക? 1/f is equal to n2 minus n1 divided by n into 1/r1 plus 1/r1. രണ്ടും സെയിം ആണ് അല്ലേ? R1 R2 സെയിം ആണ്. അപ്പോൾ ഇക്വേഷൻ ഏതായിട്ട് വരും? 2 divided by r വരും. യെസ്, രണ്ടും സെയിം ഫോർമുലയാണ്, ഇത് വെട്ടിയാലും ഇതാ കണ്ടോ, ഈ മൈനസും വെട്ടിക്കഴിഞ്ഞാൽ എന്തായി? സെയിം ഫോർമുല തന്നെ. 1/f is equal to ഏതെങ്കിലും ഒരു ഫോർമുല എടുത്ത് വെക്കുക. R equal to 2F into n2 minus 1 അല്ലെങ്കിൽ n2 divided by n1 അത് ആ സാധനം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഈ ഫോർമുല നമുക്ക് ഭാവിയിൽ എവിടെയെങ്കിലും സ്ഥലത്ത് ഉപയോഗിക്കാൻ അവസരം ഉണ്ടാവട്ടെ, പരീക്ഷയ്ക്ക് തന്നെ. അടുത്തേക്ക് പോവുകയാണ് നമ്മൾ. എ കോൺവെക്സ് ലെൻസ്, ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാൻ കിട്ടും. എ കോൺവെക്സ് ലെൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ കോൺടാക്ട് വിത്ത് എ പ്ലെയിൻ മിറർ. A point object a distance of 20 cm on the axis of this combination has its image coinciding with itself. What is the focal length of the lens? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ ഫോർമുല വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ചിത്രം ഞാൻ വരച്ച് കാണിച്ചു തരാം, അത് ഞാൻ തിരിച്ചും വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ പറയും ഇതുപോലത്തെ കാര്യം നിങ്ങൾ എവിടെയാണ് ചെയ്തത്. ആദ്യം എന്താ പറഞ്ഞത്? ഒരു കോൺവെക്സ് ലെൻസ് ദാറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ പ്ലെയിൻ മിറർ അല്ലേ? പ്ലെയിൻ മിറർ ആണ്. സോ പ്ലെയിൻ മിറർ ഇതാ വരച്ചു കഴിഞ്ഞു. പ്ലെയിൻ മിററുമായിട്ട് കോണ്ടാക്റ്റിലാണ്. എ പോയിന്റ് ഒബ്ജക്റ്റ് is at a distance of 20 centimeter on the axis of object at distance 20 centimeter on the axis of this combination has image coinciding with it. അപ്പോൾ ആ കാര്യം ഞാൻ വരയ്ക്കണേ. സോ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്നു, ഇൻസിഡൻറ്റ് റേസ് ആണിത്. ഓക്കെ, ഇൻസിഡൻറ്റ് റേസ് ആണിത്. അതേ വഴിക്ക് തന്നെയാണ് ഇമേജ് വന്നത്. കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ലൈറ്റ് റേ എങ്ങനെ പോയിട്ടുണ്ടാവും? പാരലായിട്ട് പോണ്ടേ. അങ്ങനെയാണെങ്കിലല്ലേ ഇങ്ങനെ പോയ ലൈറ്റ് റേ പാരലാണെങ്കിലല്ലേ നോർമൽ ഇൻസിഡൻസിൻ്റെ കേസിലല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിട്ട് വരിക, 0 ആയിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഈ ലൈറ്റ് റേ ഇതിന് ശേഷം എങ്ങനെയാണ് പോകുന്നത്? പാരലായിട്ടാണ് പോകുന്നത്. കാര്യം മനസ്സിലായോ? ലൈറ്റ് റേ എങ്ങനെയാണ് പോകുന്നത്? പാരലായിട്ടാണ് പോകുന്നത്. ഈ കാര്യം നിങ്ങൾ എവിടെയാണ് കണ്ടത്? ഒന്ന് പറഞ്ഞേടാ. യെസ്, പ്രാക്ടിക്കൽസിൽ കണ്ടിട്ടുണ്ട്. ആ പ്രാക്ടിക്കലിൻ്റെ പേര് ഏതായിരുന്നു? ലിക്വിഡ് ലെൻസ്. ഓർമ്മ ഉണ്ടോ? ലിക്വിഡ് ലെൻസ്. അതിനിടയിൽ അവിടെ ലിക്വിഡും കൂടി ഫില്ല് ചെയ്തിരുന്നു മാത്രം. ഇവിടെ ലിക്വിഡ് ഫില്ല് ചെയ്തിട്ട് ഒരു കോൺകേവ് ഷേപ്പ് സാധനം കൂടി കിട്ടിയിരുന്നു മാത്രം. യെസ്, സോ അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്? ഇങ്ങനെ നോക്കടാ, ലൈറ്റ് റേസ് ഇങ്ങനെ വന്നു. ആഫ്റ്റർ റിഫ്രാക്ഷൻ പാരലായിട്ടാണ് പോവുക. സോ നമുക്ക് എഴുതാം from the figure it is clear that refracted rays going parallel to principal axis after refraction. Therefore the object is at എവിടെയാണ്? ഫോക്കസ്. ഒബ്ജക്റ്റ് ഫോക്കസിലാവുമ്പോഴാണ്
റിഫ്രാക്റ്റഡ് റേസസ് പാരലായിട്ട് പോവുക. സോ വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ലെൻസ് എന്ന് വെച്ചാൽ അത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. കോൺവെക്സ് ലെൻസ് ആണ്, +20 ആണ്. മനസ്സിലായില്ലെങ്കിൽ മറ്റേ ലിക്വിഡ് ലെൻസില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. തിയറി മാത്രം ആലോചിച്ചാൽ മതി, കൂടുതൽ കൺഫ്യൂസിങ് ആക്കണില്ല. ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചു, ലൈറ്റ് ഇതാ ഇതുവരെ വന്നു, ഇതുവരെ വന്നു. ഇതിന് ശേഷം പാരലായിട്ട് പോയാലാണ്, അല്ലെങ്കിൽ ഈ മിററിന്റെ മുകളിൽ നോർമൽ ഇൻസിഡൻസ് ആയാൽ മാത്രമാണ് അതേ വഴിക്ക് തിരിച്ചു വരിക. വേറെ ഏത് ആംഗിൾ ആണെങ്കിലും തിരിച്ച് അതേ ആംഗിൾ റിഫ്ലക്ട് ചെയ്ത് പോയിരുന്നു. ലൈറ്റ് റേസ് തിരിച്ചു വരണമെങ്കിൽ ഇങ്ങനെ പോയ ലൈറ്റ് റേ ഇങ്ങനെ തന്നെ ആകണം. സോ ദീസ് ലൈറ്റ് റേസ് ആർ നോർമൽ ഇൻസിഡൻസ് വിത്ത് ദ മിറർ. സോ ഇത് നോർമൽ ഇൻസിഡൻസ് ആവണമെങ്കിൽ എങ്ങനെ വേണം? ദിസ് ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാരലായിട്ട് പോകണം. ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് റേസ് പാരലായിട്ട് പോകുന്ന പറഞ്ഞാൽ ഓബ്ജക്റ്റ് എവിടെയാണ്? അറ്റ് ദി ഫോക്കസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ മക്കളെ. സോ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇത് നമ്മുടെ പ്രിസമാണ്. പ്രിസത്തിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡെറിവേഷനോട് കൂടിയാണ് നമ്മൾ പ്രിസം തുടങ്ങാൻ പോകുന്നത്. നമുക്ക് 3 സെക്ഷൻസ് കൂടിയുണ്ട്. പ്രിസം ഉണ്ട്, മൈക്രോസ്കോപ്പ് ഉണ്ട്, ടെലസ്കോപ്പ് ഉണ്ട്. ക്ലിയർ അല്ലേ? തുടങ്ങാം, പ്രിസം തുടങ്ങാം അല്ലേ? സോ പ്രിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കളെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ആ ചിത്രം വരയ്ക്കൽ തന്നെയാണ്. നമ്മളൊരു ഇക്വിലാറ്ററൽ പ്രിസാണ് എടുക്കുക. ആംഗിൾ എല്ലാം 60 ഡിഗ്രി സെയിം ആംഗിൾ ആയിട്ട് ഒരു പ്രിസാണ് എടുക്കുക. സോ ഫസ്റ്റ് വരുന്ന ലൈറ്റ് റേ, ഈ ലൈറ്റ് റേയുടെ പേരെന്താണ്? ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ പേര് ഇൻസിഡൻറ്റ് റേ എന്നാണ്. ഓക്കെ, ഇവിടെ സർഫസിൽ വന്നു. ശരിക്കും ലൈറ്റ് റേ പോകേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്, ലൈറ്റ് റേ പോകേണ്ടത് ഇങ്ങനെയാണ്. സോ ഇവിടെ എന്ത് ചെയ്യും? ഇത് ഫസ്റ്റ് റിഫ്രാക്ഷൻ ഉണ്ടാവും. സോ ആ ലൈറ്റ് റേ വിളിച്ച പേര് റിഫ്രാക്റ്റഡ് റേ എന്നാണ്. നമുക്ക് പേരിടാം PQR. ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് റേ ഇങ്ങനെ പോകും, താഴേക്ക് പോകും. ഓക്കെ, സോ PQRS. അതിലെ PQവിൻ്റെ പേരാണ് ഇൻസിഡൻറ്റ് റേ. PQവിൻ്റെ പേര് ഇൻസിഡൻറ്റ് റേ ആണ്. QRൻ്റെ പേരെന്താടാ? അതിൻ്റെ പേരാണ് റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, അപ്പോൾ ആംഗിൾ ഇൻസിഡൻറ്റ് റേയും കഴിഞ്ഞു, റിഫ്രാക്റ്റഡ് റേയും കഴിഞ്ഞു. RSൻ്റെ പേരപ്പം എന്താവും? അതിൻ്റെ പേരാണ് എമർജൻറ്റ് റേ. ഓക്കെ, RSൻ്റെ പേര് എമർജൻറ്റ് റേ. കേസ് സ്റ്റഡി ഒക്കെ നമ്മൾ എവിടെ ചെയ്യിപ്പിക്കുന്ന അറിയോ? MCQ ഡിസ്കഷൻ ഉണ്ട്, നാളെ അതിനായിട്ട് വെച്ച ദിവസമാണ്, അവിടെ നമ്മൾ ചെയ്യും കേട്ടോ. F ഈസ് ഓൺ ലെഫ്റ്റ് സൈഡ്. അത് എടുക്കണ്ട. ഇവിടെ എന്താ? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് റൈറ്റ് സൈഡിലാണ് വരിക. റൈറ്റും ലെഫ്റ്റിലും ഒരുപോലെ ഫോക്കസ് ഉണ്ടാവും. അപ്പോൾ കോൺവെക്സ് ആയതുകൊണ്ട് അത് പ്ലസ് ഫോക്കസ് ആണ് എടുത്താൽ മതി കേട്ടോ. കോൺവെക്സ് ആയതുകൊണ്ടുള്ള പ്ലസ് ആണ്, ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് നെഗറ്റീവ് എന്ന് വെച്ച് കൺഫ്യൂഷൻ അടിക്കണ്ട. സോ ബാക്ക് ടു ദിസ് പ്രിസത്തിലേക്ക് തിരിച്ചു വരുന്നു. യെസ്, അപ്പോൾ ലൈറ്റ് റേസിന്റെ പേര് എഴുതാൻ പഠിക്കണം. ആൻഡ് നമ്മൾ കുറച്ച് കാര്യം കൂടി മാർക്ക് ചെയ്യണം. അത് ഇതാണ്. നോർമലൊക്കെ വരയ്ക്കണം. അവിടെ നോർമലുകൾ വരയ്ക്കണം ആ സർഫസിന്. യെസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്ക് മാർക്ക് ചെയ്യണം. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ദിസ് ഈസ് R1, ഫസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ദിസ് ഈസ് R2 ആൻഡ് അഗെയിൻ ഇത് എത്രയാണ്? ഇത് ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. സോ അവിടെ കാര്യം കൂടി എഴുതി വെക്കാം. I എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. R1, R2 ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. അതവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ആംഗിൾ ഇയുടെ പേര് കൃത്യമായി ശ്രദ്ധിക്കണം. ആംഗിൾ ഓഫ് എമർജൻസ്. ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയാൻ കാരണം ഇവിടെ R1 ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇവിടെ ഇൻസിഡൻറ്റ് റേ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് അത് എത്രയും അങ്ങനെ പറഞ്ഞു വെച്ചത്. ഓക്കെ, സോ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കാര്യം കൂടി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മാർക്ക് ചെയ്യുന്നു, D ആണ്. ആ ഡിയുടെ പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ? ഇൻസിഡന്റ് ലൈറ്റ് റേയുടെ പാത്ത് ഇതാണ്, എമർജന്റ് ലൈറ്റ് റേയുടെ പാത്ത് ഇതാണ്. സോ ഇൻസിഡന്റ് ലൈറ്റ് റേ മുന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, എമർജന്റ് ലൈറ്റ് റേ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. സോ അത് മീറ്റ് ചെയ്ത ഈ പോയിന്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ ആംഗിൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതായത് ഇങ്ങനെ പോയ ലൈറ്റ് റേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇതാ ഇങ്ങനെ ഒരു തിരിവ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇത്രയും കാര്യങ്ങൾ എഴുതാൻ എല്ലാവർക്കും അറിയണം. ഓക്കെ, യെസ്, ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഈ കാര്യം സെറ്റ് അല്ലേടാ?
സോ അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യം നമുക്ക് ചെയ്യാം, മുന്നോട്ട് പോകാം. നമുക്ക് വേണ്ടത് എന്താണ്, എന്തിനുള്ള ഡെറിവേഷൻ ആണ് വേണ്ടത്? അവിടെ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഷോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അവസാനം ഷോ ചെയ്യാം, കാണിക്കാം. നമ്മൾ കണ്ടുപിടിക്കുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് പ്രിസം. പ്രിസത്തിൻ്റെ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഡെറിവേഷൻ എങ്ങനെ ചെയ്യാം, ഇതിനുള്ള ടെക്നിക്ക് എന്താണെന്ന് ഓർക്കുക. ടെക്നിക്ക് വളരെ സിമ്പിൾ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 ഡിവൈഡ് ബൈ μ1 ആണ് നമുക്ക് വേണ്ടത്. അത് sin I ഡിവൈഡഡ് ബൈ sin r ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 ഡിവൈഡ് ബൈ μ1 എന്ന് പറഞ്ഞാൽ sin I ഡിവൈഡഡ് ബൈ sin r ആണ്. സോ നമ്മുടെ എയിം ഈസ് ടു ഫൈൻഡ് I ആൻഡ് r. ഐയും ആറും കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഫൈനൽ ഇക്വേഷൻ μ2 ഡിവൈഡഡ് ബൈ μ1 ദാറ്റ് ഈസ് μ21 ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയിരുന്നത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് sin a പ്ലസ് dm/2 ഡിവൈഡഡ് ബൈ sin a/2 എന്നാണ്. സോ നമുക്ക് ഐനെയും ആറിനെയും വേണ്ടത് എന്ത് ടേമിലാടാ, ആംഗിൾ ഓഫ് പ്രിസം എയുടെയും മിനിമം ഡീവിയേഷൻ ഡിഎമ്മിൻ്റെയും ടേമിലാണ്. ആംഗിൾ ഓഫ് പ്രിസം ദാ ഇതാണ് എ, അത് പറയാൻ മറന്നുപോയി അല്ലേ, ആംഗിൾ ഓഫ് പ്രിസം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ഒരു ബോധം മനസ്സിലുണ്ടായാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ നമുക്ക് ആദ്യമായിട്ട് കൺസിഡർ ചെയ്യാം, ഇതിനൊരു പേര് കൊടുക്കണമല്ലോ, A B C M N. സോ ആദ്യമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നു ക്വാഡ്രിലാറ്ററൽ AQNR. ക്വാഡ്രിലാറ്ററൽ AQNR കൺസിഡർ ചെയ്യുന്നു. നമുക്ക് എന്താ വേണ്ടത്, ഈ ഐക്കും ആറിനും ഇക്വേഷൻ കിട്ടുക വേണ്ടത്, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നു. സോ അവിടെ ആംഗിൾ നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ മക്കളെ. ആംഗിൾ Q ഈക്വൽ ടു ഏതാണ് ആംഗിൾ Q ഇസ് ഈക്വൽ ടു ആംഗിൾ R ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. എന്താ കാര്യം, ഇവിടെ രണ്ടുപേർ നമ്മൾ വരച്ചിരിക്കുന്നത് നോർമൽ ആണ്, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ആംഗിൾ A പ്ലസ് ആംഗിൾ N ഈക്വൽ ടു പറഞ്ഞേ, ഇതും കൂട്ടിയാൽ എത്രയായിരിക്കും, ദാറ്റ് ഈസ് ഓൾസോ 180 ഡിഗ്രി. കാരണം ഇന്റേണൽ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈക്വൽ 180 ഡിഗ്രി ആണ്. ഇതും 90 ആണെങ്കിൽ 180 പോയി. സോ ഇതും കൂട്ടിയാൽ ഉറപ്പായിട്ടും എത്രയാണ് കിട്ടുക, 180 ആണ് കിട്ടുക. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ പേര് നമുക്ക് QNR എന്ന് വിളിക്കാം. QNR എന്ന ട്രയാങ്കിൾ നമ്മൾ അടുത്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ആ QNR എന്ന ട്രയാങ്കിൾ നമുക്ക് 3 ആംഗിൾസ് കാണാം. R1 ആണ്, R2 ആണ്, N ആണ്. സോ നമുക്ക് അതിനൊരു കാര്യം കിട്ടി, ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 പ്ലസ് ആംഗിൾ N ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ, ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ക്ലിയർ അല്ലേടാ? സോ അങ്ങനെയാണെങ്കിൽ കമ്പയറിംഗ് ഇക്വേഷൻ നമ്പർ 1 and 2 കമ്പയർ ചെയ്തപ്പോൾ യു ക്യാൻ സി 180 ഈസ് കോമൺ ഓൺ ബോത്ത് സൈഡ്സ്. ആംഗിൾ N ഉണ്ട്, വിച്ച് മീൻസ് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2. ഇക്വേഷൻ നമ്പർ 3 എന്നിട്ടു അവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, ആറിനൊരു വഴിക്കാക്കി, നമുക്കത് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഏതാടാ, ഐ ആണ്. നമുക്ക് വേണ്ടത് അറിയാം, ഐയുടെയും ആറിൻ്റെയും ടേമിലാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ആറിനെ ഒരു വഴിക്കാക്കി അവിടെ വെച്ചിട്ടുണ്ട്. സോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഐ ആണ്. ഐ എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഐ മാത്രം പോലെ നമുക്ക് DM കൂടി വേണം. സോ നമ്മൾ ഇത് സൂം ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി എഴുതുന്നു. ഇത് I മൈനസ് R1 ആണ്. കൺഫ്യൂഷൻ ഉണ്ടോടാ, ഈ ആംഗിൾ I മൈനസ് R1 ആണ്. സോ നോക്കിക്കേ, ഇത് ഐ ആണ്, നമുക്കറിയാം. ഈ രണ്ട് ലൈൻ സെഗ്മെന്റ് കട്ടിയും ഉണ്ടാകുന്ന ഈ ആംഗിളും സെയിം ആണ്. സോ ഇത് ഐ ആണെങ്കിൽ ഇത് മൊത്തത്തിൽ എത്രയാണ്, ഐ ആണ്. ഇത് R1 പോയാൽ ഈ ഭാഗം മാത്രം I മൈനസ് R1 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ നോക്കടാ, ഇങ്ങനെ രണ്ട് ലൈൻസ് കട്ട് ചെയ്തു. ഈ ആംഗിൾ E ആണ്, ഇതും E ആണ്. ഇത് R1 ആണെങ്കിൽ ഇത് നമുക്ക് എഴുതാം E മൈനസ് R2 എന്ന് എഴുതാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കൺസിഡർ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ പേരെന്തായിരുന്നു മക്കളെ, MQR അല്ലേ? MQR നമുക്ക് എഴുതാൻ പറ്റും. ആംഗിൾ D is equal to
I minus R1 plus E minus R2. എന്താ കാര്യം? Sum of opposite interior angle equal to exterior angle. So ഈ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് D. ഇത് ഈക്വൽ ടു ഇത് പ്ലസ് ഇതാണ്. റീഅറേഞ്ച് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്തു വെക്കുന്നു. സോ ആംഗിൾ D is equal to I plus E minus R1 plus R2. റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. I plus E, ഐയും ഇയും R1 R2 ഒരുമിച്ച് എഴുതി മൈനസ് ഇവിടേക്ക് വന്നു. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രത്യേക അവസ്ഥയാണ്. ആ അവസ്ഥയുടെ പേരാണ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ. മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ. സോ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ എന്താണ് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങോട്ട് വരാം. സോ അതിനായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കർവാണ്. ആ കർവാണ് ID കർവ്. ID കർവ്. ഐ എന്താടാ? ഡി ക്യാപിറ്റലായി നമ്മൾ എഴുതിയത് അല്ലേ? ID കർവ്. ID കർവ് എന്നാൽ ഒരു ഗ്രാഫാണ് which represent variation of angle of deviation with angle of incidence. ID കർവ്. ഇവിടെ ഉള്ളത് എന്താ? This is angle of incidence. ഇതെന്താ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് അല്ലേ? സോ നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഗ്രാഫ് വരപ്പിച്ചപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടിയത് ഇങ്ങനെയാണ് ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടിയത്. വിച്ച് മീൻസ് ഗ്രാഫ് എന്ത് ചെയ്തു? ഇനീഷ്യലി ഒന്ന് കുറഞ്ഞു വന്നു, അതിനുശേഷം ഒരു മിനിമം വാല്യൂ ആയി, അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. സോ ദിസ് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ഡീവിയേഷൻ. ഡീവിയേഷന്റെ മിനിമം വാല്യൂ DM അല്ലേ? സോ DM ഈസ് കോൾഡ് എന്താ? മിനിമം വാല്യൂ ഓഫ് ഡീവിയേഷൻ ഓർ മിനിമം ഡീവിയേഷൻ. മിനിമം ഡീവിയേഷൻ. അപ്പൊ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ. D ബിക്കം എന്തായിട്ട് മാറും? DM ആയിട്ട് മാറും. മിനിമം ഡീവിയേഷൻ കണ്ടീഷനിൽ നമ്മുടെ ഈ ഗ്രാഫ് സിമെട്രിക് ആവും. സോ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. I equal to E എന്നും കിട്ടും. R1 equal to R2 എന്ന് കിട്ടും. We can call that as R. സോ ഇത് മൂന്ന് കാര്യങ്ങളാണ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ നമുക്ക് തരുന്നത്. ശ്രദ്ധിക്കണം, ഈ മൂന്ന് കാര്യങ്ങളാണ് മിനിമം ഡീവിയേഷൻ നമുക്ക് തരുന്നത്. D will become DM. ഡീവിയേഷൻ എന്ന മിനിമം ഡീവിയേഷൻ ആവും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻസ് R1 equal to R2 is equal to R എന്ന കാര്യം കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യമാണ് നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടിയത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്ലൈയിങ് ദിസ് ഇക്വേഷൻ നമ്പർ 5 ഇൻ ഇക്വേഷൻ നമ്പർ നമുക്ക് നേരത്തെ കിട്ടിയ 3ലും 4ലും അപ്ലൈ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 5 ഇൻ ഇക്വേഷൻ നമ്പർ 4ഉം ചെയ്യണം. ഇക്വേഷൻ നമ്പർ 5 ഇൻ ഇക്വേഷൻ നമ്പർ 3യും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം, സമയം കളയാതെ പെട്ടെന്ന് ചെയ്യാം. സോ 5 in 4 ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ DM ആയിട്ട് മാറും. DM ഈക്വൽ ടു I പ്ലസ് ഇതിന് പകരം നമുക്ക് 2I എന്ന് എഴുതാം. ദാറ്റ് മൈനസ് 2R എന്ന് എഴുതാം. അല്ലേ? സോ 2 into I minus R. വേണ്ട. നമുക്ക് ആദ്യം ഇത് അപ്ലൈ ചെയ്തിട്ട് വരാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് വന്നാൽ മതി. 5 അപ്ലൈ ചെയ്തിട്ട് 4 അപ്ലൈ ചെയ്താൽ മതി. 5 in 3 അപ്ലൈ ചെയ്യുക. സോ 5 in 3 അപ്ലൈ ചെയ്യുമ്പോൾ ആംഗിൾ A ഈക്വൽ ടു R പ്ലസ് R, ദാറ്റ് ഈസ് ആംഗിൾ A ഈസ് ഈക്വൽ ടു 2R എന്ന് കിട്ടും. ഓക്കെ ആണോ മക്കളെ? 2R എന്ന് കിട്ടും. ഇതിലേക്ക് നമുക്കൊരു ഇക്വേഷൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതും നമുക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുണ്ട്. യെസ്, ഇതും നമുക്ക് അപ്ലൈ ചെയ്യാണ്ട്. ലെറ്റ് ബി ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, ഇക്വേഷൻ നമ്പർ 5 and 6. ഇക്വേഷൻ നമ്പർ 5 ആൻഡ് ഇക്വേഷൻ നമ്പർ 6 in 4 അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് കിട്ടൂടാ? ഇക്വേഷൻ നമ്പർ 5 4ൽ കൊടുത്തു കഴിഞ്ഞാൽ D become DM ഈക്വൽ ടു 2I എന്ന് കിട്ടും അല്ലേ? 2I എന്ന് കിട്ടും. മൈനസ് ഇതെന്താ? A ആണ്. ഓക്കെ ആണോ മക്കളെ? അപ്പൊ 2I ഈക്വൽ ടു A പ്ലസ് DM ആൻഡ് I ഈക്വൽ ടു നമുക്ക് താഴെ എഴുതാം. ഈ രണ്ട് ഇക്വേഷനുള്ള കാര്യങ്ങൾ നമ്മൾ താഴെ എഴുതുന്നു. അടുത്ത പേജിലാണ് എഴുതുന്നത്.
അടുത്ത പേജിലാണ് നമ്മൾ എഴുതുന്നത്. നോക്കിക്കോളൂ. ഇതാ ഇവിടുത്തെ സൈഡ് നമുക്ക് കിട്ടി R is equal to A/2 എന്ന് കിട്ടി. ഇവിടുന്ന് I is equal to A plus dm/2 എന്ന് കിട്ടി. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. നോക്കിക്കേടാ, ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ നമുക്ക് കിട്ടിയത് ആംഗിൾ A is equal to 2R. അപ്പോൾ R is equal to A/2. ഇവിടെ I is equal to A plus dm കിട്ടി. I is equal to 2I is equal to A plus dm. സോ A plus dm/2 എന്നുള്ളത് I ആണ്. യെസ്, കിട്ടിപ്പോയി. സോ അപ്ലൈയിങ് ഇതിന് രണ്ട് നമ്പർ കൊടുക്കുക. ബാക്കിയുള്ള നമ്പർ എത്രയാടാ? ഇത് ഇക്വേഷൻ നമ്പർ 7ഉം ഇത് ഇക്വേഷൻ നമ്പർ 8ഉം ആകട്ടെ. അപ്ലൈയിങ് ഇക്വേഷൻ നമ്പർ 7 and 8 ഇൻ സ്നെൽസ് ലോ. എന്താ സ്നെൽസ് ലോ? sin I divided by sin R is equal to mu21. Okay, so mu21 is equal to sin of A plus dm/2 divided by sin of A/2. ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഫൈനലി വേണ്ടത്. ഇതാണ് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഇക്വേഷൻ. ഇതാണ് അവിടെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഇക്വേഷൻ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ ഈ ഡെറിവേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചു തന്നെ പോകണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ചിത്രം വരയ്ക്കുന്നത് മുതൽ ഈ കാര്യങ്ങൾ എഴുതുന്നവരുള്ള കാര്യം കൃത്യമായി പഠിക്കണം. നമ്മുടെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് യെസ്, മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ്റെ കാര്യം നിങ്ങൾ ഒട്ടും മറന്നു പോകരുത്. ഓക്കെ, ഓക്കെ എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫ് വേണോ ഫോർ ഡെറിവേഷൻ? അല്ലെങ്കിൽ ഡെറിവേഷന് ഗ്രാഫ് വേണമെന്നില്ല, ജസ്റ്റ് വരച്ചാലും മതി. ഇത് പിന്നെ പറഞ്ഞാൽ മതി മിനിമം ഡീവിയേഷൻ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ. നമ്മൾ പഠിക്കുമ്പോൾ ഗ്രാഫ് കൂടി ഇരിക്കട്ടെ വെച്ചിട്ട് പറഞ്ഞു കേട്ടോ. യെസ്, ക്ലിയർ അല്ലേ മക്കളെ? സോ ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത് R1 is equal to R2 is equal to A/2 എന്നാണ്. അത് നമ്മൾ വരുന്ന വഴിക്ക് തെളിയിച്ച് കഴിഞ്ഞതാണ്. അത്ര വരെ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ m is equal to 2I minus 1. ഈ കാര്യം നമുക്ക് തെളിയിക്കണം. നമുക്ക് നോക്കാം മക്കളെ അതെങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ളത്. അതവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. dm is equal to 2I minus 1. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? ഇക്വേഷൻ നമ്പർ 6ഉം 7ഉം വരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുവരെ എഴുതിയാൽ മതി. ചോദിച്ചത് എത്ര വെച്ചാൽ അതുവരെ എഴുതിയാൽ മതി. dmന് ഡെൽറ്റ എന്നിവിടെ എടുത്തു തന്നെയല്ലോ കേട്ടോ. സോ കാര്യം ഓർത്ത് വെക്കണം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് പ്രിസത്തിൻ്റെത്. ഞാൻ എന്താ ഇമ്പോർട്ടൻ്റ് സ്റ്റാർ ഇവിടെ ഇട്ട് വെക്കുന്നുണ്ട്. പഠിക്കണം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. A ray of monochromatic light passes through an equilateral glass prism in such a way that angle of incidence is equal to angle of emergence and each of this angle is 3/4 times angle of the prism. Determine angle of deviation and refractive index of glass prism. ഒരിക്കൽ കൂടി വായിക്കുക. A ray of monochromatically passes through equilateral glass prism. അപ്പോൾ A equal to 60 degree ആണ് equilateral glass prism ആയി കഴിഞ്ഞാൽ in such a way that angle of incidence is equal to angle of emergence, which means minimum deviation condition ആണ്. And that is equal to 3/4 times A. അപ്പോൾ angle I is equal to 3/4A. Determine angle of deviation and angle of refractive index of the glass prism. സിമ്പിൾ ആയിട്ടുള്ള കേസ് അല്ലേടാ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? സോ നമുക്ക് ആദ്യം തുടങ്ങാം. നമുക്കറിയാം I equal to A plus dm/2 അല്ലെങ്കിൽ A plus d/2. I equal to എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? I is equal to 3/4A എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ A plus dm/2. അപ്പോൾ 2ഉം 2ഉം വെട്ടി 3/2A equal to A plus dm എന്ന് കിട്ടും. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. We have this. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ 3A equal to 2A plus 2dm അല്ലേ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ 2dm ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ A, dm ഈക്വൽ ടു A/2. കറക്റ്റ് അല്ലേ?
അല്ലേ? ഇത് ഇങ്ങോട്ട് പോയാൽ 2dm. യെസ്, dm is equal a by 2. സിമ്പിൾ. കിട്ടിയ മക്കളെ എല്ലാവർക്കും? ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് പ്രിസം, അത് വളരെ ഈസിയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് പ്രിസം കാണാനേക്കാൾ ഈസിയാണ്. mu equal to sin a plus dm by 2 divided by a sin a by 2. sin a by 2 നമുക്കറിയാം sin of a by 2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? വാല്യൂ കൂടി കൊടുക്കാം. a by 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 30 ഡിഗ്രി എന്ന് കൊടുത്തൂടെ? 60 ഡിവൈഡഡ് ബൈ a equal 60 അല്ലേ? അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ കൊടുത്താൽ മതി. a പ്ലസ് എന്ന് പറഞ്ഞാൽ 60 പ്ലസ് ഡി എം എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ 2 divided by sin of 60 by 2. That is sin of 90 by 2 is 45 divided by sin 30. Sin 45 divided by sin 30. Sin 45 എത്രയാ? 1 by root 2 ആണ്, divided by 1 by 2 അല്ലേ? സോ ആൻസർ എത്ര വരും? √2 എന്ന് വരും. 1.44. 1.4. യെസ്, ആൻസർ കിട്ടുന്നുണ്ട്. എക്സ് ഗെയിമിങ്ങിന് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് മീ GJ. സിമ്പിൾ അല്ലേ? 1.44. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് മക്കളെ, ഓർക്കേണ്ടതാണ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേടാ? അയ്യോ, നെറ്റ് പോയതാണോ അതോ അക്ഷം പോയതാണോ? കാണുന്നുണ്ടോ മക്കളെ? കാണുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വന്നല്ലോ അല്ലേ? വന്നു. യെസ്. √2. യെസ് ഫൈൻ. എന്ത് കളിയാ? sin 60 and sin 30. sin 60 1.3. 1.44. പനിയൊന്നുമില്ലടാ. കുറച്ച് സമയം എങ്ങനെ ശബ്ദം ഇടണം, അതുകൊണ്ടുള്ള ചെറിയൊരു വ്യത്യാസം കേട്ടോ. പനിയൊന്നുമില്ല. കാണുന്നുണ്ട്. യെസ്, സെറ്റ്. So അടുത്ത ക്വസ്റ്റ്യൻ പോവാം. A ray of light incident on a glass prism of refracting index mu and refracting angle A. If just suffer total reflection at other phase, obtain relation between angle of incidence, angle of prism and critical angle. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് അറിയുന്ന ഡാറ്റ വെച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ നോക്കുക. തീരെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കാത്ത പോലെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പഠിക്കാത്തൊരു ഇക്വേഷൻ ആണ്. ഇങ്ങനെ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം നോക്കാം. സോ നോക്കിക്കോളൂ. റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓഫ് എ ഗ്ലാസ് പ്രിസം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം mu തന്നിട്ടുണ്ട് ആൻഡ് A തന്നിട്ടുണ്ട്. ഇഫ് ജസ്റ്റ് സഫേഴ്സ് ടോട്ടൽ റിഫ്ലക്ഷൻ അറ്റ് ദി അതർ ഫേസ്. അപ്പം നമുക്ക് ആ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. പ്രിസം അല്ലേ പറഞ്ഞത്? പ്രിസം വെച്ചു. ലൈറ്റ് റേ വന്നു, ഇൻസിഡന്റ് റേ വന്നു. നമ്മൾ പഠിച്ചു തന്നെ ചോദിക്കണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് ഈ അറിയണ ബുദ്ധി വെച്ച് ചെയ്യാനുള്ളതും ചോദിക്കാം. സോ ഇങ്ങനെ ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം ബെൻഡ് ചെയ്യും, നമുക്കറിയാം. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം എന്താ? ജസ്റ്റ് സഫർ ടോട്ടൽ റിഫ്ലക്ഷൻ ആ പറഞ്ഞു. അപ്പോൾ ഈ എമർജന്റ് ലൈറ്റ് റേ ഇത് കൂടെ പോകാ, ഇത് കൂടെ പോകും അല്ലേ? സോ ഇവിടുത്തെ ആംഗിൾ ഓഫ് എമർജൻസി എടുത്തു കഴിഞ്ഞാൽ അത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാ? ഇതാണ്. ഇത് I ആണ്. ആംഗിൾ ഓഫ് പ്രിസം ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇത്രേ പറയട്ടു. സോ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? ടോട്ടൽ റിഫ്ലക്ഷൻ്റെ കേസിൽ mu is equal to 1/sin IC എന്നാണ് ഫോർമുല എന്ന് നമുക്കറിയാം. 1/sin IC എന്നാണ് ഫോർമുല എന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണണം. അതിന് നമുക്കൊരു ഫോർമുല ഉണ്ട്. ഏതായിരുന്നു? I equal to IC വാല്യൂ കാണണം അല്ലേ? ഇതാണ് ഇവിടുത്തെ IC വരേണ്ടത്. ആ വാല്യൂ ആണ് IC വരേണ്ടത്. സോ അത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? R1 + R2 = A നമുക്കറിയാം. ഈ കേസിൽ ഇതാ ഇത് R1 ഉം ഇത് R2 ആയിട്ട് എടുത്താൽ നമ്മൾ R2 ആണ് എന്ത്? R2 = ആണ് IC അല്ലേ? അപ്പോൾ R1 + R2 = A എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്കറിയുന്ന കാര്യമാണ്. സോ R1 = എന്തെഴുതാൻ പറ്റൂടാ? A - IC എന്ന് എഴുതാം. A - IC എന്ന് എഴുതാം. ഓക്കെ, A - IC എന്ന് എഴുതി. സോ നമ്മൾ ഇതാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത്ര മാത്രമേ മനസ്സിലാക്കിയാൽ മതി. R1 is equal to A minus IC അല്ലെങ്കിൽ R1 is equal to A minus IC.
ഓക്കെ അല്ലേടാ? സോ ഒപ്റ്റെയിൻ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആരൊക്കെയാണ് വേണ്ടത്? ഐ വേണം, ആംഗിൾ ഓഫ് പ്രിസം എ വേണം, ക്രിട്ടിക്കൽ ആംഗിൾ IC വേണം. സോ ആൾക്കാരൊക്കെ ആയിട്ടുണ്ടല്ലോ. നമുക്ക് ഇനി ജസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. μ21 mu equal to നമ്മൾ ഇക്വേഷൻ എന്താ? sin I ഡിവൈഡഡ് ബൈ sin R അല്ലേ? അപ്പം mu is equal to sin I അങ്ങനെ തന്നെ നോട്ടേ. കാരണം നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താ? ഇൻ ടേംസ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. രണ്ടാമത് ചോദിച്ച കാര്യമാണ് ആംഗിൾ ഓഫ് പ്രിസവും ക്രിട്ടിക്കൽ ആംഗിളും. അതാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. R1 is equal to A minus IC, ആംഗിൾ ഓഫ് പ്രിസം മൈനസ് ക്രിട്ടിക്കൽ ആംഗിൾ. അത് നേരെയാണ് കൊടുത്താൽ പോരെ? സൈൻ A മൈനസ് IC എന്ന് കൊടുത്താൽ മതി. ഇതാണ് ആ ചോദിച്ച ഇക്വേഷൻ. നമ്മൾ പോലും അറിയാതെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണോ കാര്യം? ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. എമർജന്റ് റേ ഇൻസൈഡ് അല്ലെ, ജസ്റ്റ് സഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടീഷൻ എന്തായിട്ട് എടുക്കാം? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈക്വൽ 90 ഡിഗ്രി എന്ന് എടുക്കുക. ജസ്റ്റ് സഫേഴ്സ് എന്നാൽ തൽക്കാലം അത് 90 ഡിഗ്രി എന്ന് എടുക്കുക. അങ്ങനെ അസംഷൻ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു അവിടെ. ഓക്കെ, ക്ലിയർ ആണോ? സോ അതോടുകൂടി പ്രിസത്തിന്റെ ഭാഗം നമുക്ക് അവസാനിച്ചു. നമുക്ക് അടുത്ത് പറയാനുള്ളത് നമ്മുടെ സ്വന്തം ടെലസ്കോപ്പ് കഴിഞ്ഞ മൈക്രോസ്കോപ്പ്. ടെലസ്കോപ്പാണ് ആദ്യം. ടെലസ്കോപ്പ് പറയും. സോ ടെലസ്കോപ്പിന്റെ കേസ് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ റേ ഡയഗ്രമാണ്. രണ്ടാമത്തെ കാര്യം അതിന്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ആണ്. രണ്ടും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സോ ടെലസ്കോപ്പിന്റെ കേസ് നമുക്ക് വരയ്ക്കാം. മക്കളെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം ടെലസ്കോപ്പാണ്. അപ്പോൾ ഫ്രണ്ടിൽ വലിയൊരു ലെൻസാണ്. രണ്ടും കോൺവെക്സ് ലെൻസ് നമുക്കറിയാം. റിഫ്രാക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പാണ്. ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് റിഫ്രാക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പാണ്. അതല്ലാതെ ടെലസ്കോപ്പ് കൂടി ഉണ്ട്. അതേതാ? അത് റിഫ്ലക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പാണ്. സോ ഫസ്റ്റ് ലെൻസ് വെച്ചു. ഫസ്റ്റ് ലെൻസിന്റെ അപ്പർച്ചർ കൂടുതലാണ്, ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം കൂടുതലാണ്, ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. സോ ഈ ലെൻസ് ഇത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെന്താടാ? ഇത് ടെലസ്കോപ്പാണ്. ലൈറ്റ് റേസ് വരുന്നത് പാരലായിട്ടാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് റേ വരയ്ക്കേണ്ടത് ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോകുന്ന പോലെ ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന പോലെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ലൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നു. അത് ബെൻഡ് ചെയ്തിട്ട് ഇമേജ് അവിടെ ഫോം ചെയ്യുന്നത് ഇവിടെ. സോ ഫസ്റ്റ് കാര്യം സെറ്റായി. എവിടെയാണ് ഒബ്ജക്റ്റ് അങ്ങ് വളരെ ദൂരെയാണുള്ളത്. അതിൻ്റെ ഒരു ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ടെലസ്കോപ്പ് ആയാലും മൈക്രോസ്കോപ്പ് ആയാലും സെക്കൻഡ് ലെൻസ് അതേതാ? ഇതിൻ്റെ പേര് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ്. അത് ലെൻസ് ഐപീസ് ആണ്. ആ ഐപീസ് നമ്മൾ ചെറുതാക്കിയിട്ട് ഇതാ ഇവിടെയാണ് വെക്കുക. This is a second lens called eyepiece. Eyepiece എന്ത് പോലെയാണ് ആക്ട് ചെയ്യേണ്ടത്? ഐപീസ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ വരണടാ? ഇതിന്റെ ഈ ഡിസ്റ്റൻസ്, ഇമേജ് കിട്ടിയ ഡിസ്റ്റൻസ് ഇതിന്റെ ഫോക്കസ് ആണ്, FOയിലാണ് അല്ലേ? സോ നമുക്ക് മാക്സിമം മാഗ്നിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് വെക്കേണ്ടത് എവിടെയായിരുന്നു? അത് FEയിലാണ്, അല്ലെങ്കിൽ FEക്ക് തൊട്ടടുത്താണ്. ഐപീസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ തൊട്ടടുത്താണ് വെക്കേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? സോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആ റേ ഡയഗ്രാം കംപ്ലീറ്റ് ആക്കുകയാണ് വേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു ടെക്നിക്കായിട്ട് ഓർക്കേണ്ട കാര്യം, ഇവിടെ വന്നാൽ ഈ ലൈറ്റ് റേസിൻ്റെ പാത്ത് അവിടെ നിർത്തണം. അതിനുശേഷം പുതിയതായിട്ട് ഇവിടുന്ന് വീണ്ടും തുടങ്ങിയാൽ മതി. അങ്ങനെ ഓർത്താൽ മതി. സോ അവിടുന്ന് പുതിയതായിട്ട് തുടങ്ങുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. ഇതോ പാരലായിട്ട് വന്നാൽ ലൈറ്റ് റേയിൽ കൂടെ പോകും, ഫോക്കസിലൂടെ പോകും. അടുത്ത ലൈറ്റ് റേയിൽ കൂടെ വിട്ടാൽ മതി, ഒപ്റ്റിക് സെൻറ്ററിലൂടെ വിട്ടാൽ മതി. ഓക്കെ, സോ ഈ ലൈറ്റ് റേസ് എവിടെ മീറ്റ് ചെയ്യും നമ്മൾ പഠിക്കേണ്ടത്? ദേ വിൽ മീറ്റ് അറ്റ് ദി പ്ലേസ് വെർ ഇമേജ് ഈസ് ഫോംഡ്. ഇത്രയേ ഉള്ളൂ വരയ്ക്കാൻ ഉപയോഗിച്ച ടെക്നിക്കുകൾ, സ്റ്റെപ്പുകൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ലെൻസിൻ്റെ പേര് ഐപീസ് ആണ്. സോ ലൈറ്റ് റേസ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേപ്പറിൽ ഒരുപാട് സ്ഥലം ഉണ്ടാവും. എനിക്ക് ഇതിൽ ടാബിൽ സ്ഥലം കുറവുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരച്ചിരിക്കുകയാണ്. ഇതാ ഇവിടെ. സോ മീറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടി ഫൈനൽ ഇമേജ് കിട്ടി. ഓക്കെ അല്ലേടാ? സോ ദിസ് ഈസ് ദ ഇമേജ് ഫോർമേഷൻ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ കൂടി പറയണം. ഇവിടെ ട്യൂബ് ലെങ്ത് ഇസ് ഈക്വൽ ടു FO പ്ലസ് FE ആണ്. ട്യൂബ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. റേ ഡയഗ്രാം
മാഗ്നിഫിക്കേഷൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ അതിലേറെ ലളിതമാണ്. ഇതാ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ വളരെ 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 ബുദ്ധിമുട്ടില്ലാത്തതാണ്, ഈസിയാണ്. വളരെ ബുദ്ധിമുട്ടില്ലാതെ പറഞ്ഞാൽ ഈസി തന്നെയാണ് അല്ലേ? യെസ്, ഈസിയാണ്. മാഗ്നിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ പറയുന്നു. വരയ്ക്കുന്നതിൻ്റെ സ്റ്റെപ്പുകൾ മക്കളെ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് നോക്കി പഠിക്കണേ. വീഡിയോയുടെ സ്റ്റെപ്പ് ഒന്നുകൂടി നോക്കി പഠിക്കണേ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്? മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫയാണ് അല്ലെ? ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ആണ് കാണുക. ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫയാണ്. സോ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? എച്ച് ഡിവൈഡഡ് ബൈ എഫ് ഇ ഇൻറ്റു എഫ് ഒ ഡിവൈഡഡ് ബൈ എച്ച് ആണ് വരിക അല്ലേ? എച്ച് ഡിവൈഡ് ബൈ എഫ് ഇ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡിവൈഡഡ് ബൈ എച്ച് ഡിവൈഡ് ബൈ എഫ് ഒ എന്ന് വരും. സോ എം എസ് ഈക്വൽ ടു എഫ് ഒ ഡിവൈഡഡ് ബൈ എഫ് ഇ എന്ന് വരും. ഓക്കെ, ആൽഫ ഏതാടാ? ഇത് ആൽഫയാണ്, ഇത് ബീറ്റയാണ്. ഫൈനൽ ഇമേജ് കണ്ണുമായി എക്സ്റ്റെൻഡ് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഫൈനൽ ഇമേജ് ഒബ്സർവ്ഡ് ഐയുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ്. ആംഗുലാർ വിഡ്ത്ത് ഓഫ് ദി ഇമേജ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗുലാർ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇത് ആൽഫയാണ്. സോ ഈ ഡിസ്റ്റൻസ് എഫ് ഒ ഉണ്ട്, എഫ് ഒ ബൈ എച്ച്, ഇത് എഫ് ഇ ബൈ എച്ച്. അത്രയും ക്ലിയർ അല്ലേടാ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? സോ നമ്മൾ മാഗ്നിഫിക്കേഷൻ്റെ കാര്യം ഡിറൈവ് ചെയ്യുകയാണ് ചെയ്തത്. ടെലസ്കോപ്പിൻ്റെ ഡെറിവേഷൻ തന്നെയാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ വരയ്ക്കാൻ പഠിക്കേണ്ടത് ചിത്രം വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. ഓക്കെ, ആംഗുലാർ മാഗ്നിഫിക്കേഷൻ സെറ്റ് അല്ലേ? ചിത്രം വരയ്ക്കാൻ മക്കളെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വീഡിയോ ഒരിക്കൽ കൂടി നോക്കിയിട്ട് പഠിക്കണം. കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫൈൻ മാഗ്നിഫയിങ് പവർ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഡിഫൈൻ മാഗ്നിഫയിങ് പവർ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. വെൻ ദ ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, വൈ ബോത്ത് ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ് ഹാവ് ഷോർട്ട് ഫോക്കൽ ലെങ്ത്, എക്സ്പ്ലെയിൻ. സോ നമ്മൾ ആദ്യം പറയേണ്ടത് അതിന്റെ മാഗ്നിഫിക്കേഷൻ ഫയറിനെ ഡിഫൈൻ ചെയ്യാൻ പോവേണ്ടത്. എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി ഒബ്ജക്റ്റ് അറ്റ് ഐ അല്ലേ? ആംഗിൾ സബ്റ്റൻഡഡ് at the eye by final image divided by ഇതെന്താടാ നേരത്തെ പറഞ്ഞ ബീറ്റയാണേ, ഡിവൈഡഡ് ബൈ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദി ഐ ബൈ ഒബ്ജക്റ്റ്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ എന്നുള്ള കാര്യം പറയുന്നത്. മാഗ്നിഫൈങ് പവർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ പറയാൻ പറ്റും. ടോട്ടൽ മാഗ്നിഫൈങ് പവർ ഓഫ് ദി മൈക്രോസ്കോപ്പ് എം ഇസ് ഈക്വൽ ടു എം ഒ ഇൻറ്റു എം ഇ, മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ബൈ ഒബ്ജക്റ്റീവ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ബൈ ഐ പീസ്, അങ്ങനെയും പറയാം കേട്ടോ. യെസ്, സോ നമ്മളിതിൻ്റെ ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. കാര്യം ശ്രദ്ധിച്ചോളൂ. ഇത് മൈക്രോസ്കോപ്പാണ്. ഫ്രണ്ടിലെ ലെൻസ് ചെറുതാണ്, ചെറിയ അപ്പർച്ചറാണ്, അതുപോലെ തന്നെ ചെറിയ ഫോക്കൽ ലെങ്ത്തുമാണ്. ഓർത്ത് വയ്ക്കുക, ചെറിയ അപ്പർച്ചറാണ്, ചെറിയ ഫോക്കൽ ലെങ്ത്താണ്, ചെറിയ ലെൻസാണ്. ആ ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഒബ്ജക്റ്റ് വെക്കും. എവിടെ വെക്കേണ്ടത്? ഫസ്റ്റ് ലെൻസ് നമുക്ക് മാക്സിമം വലിയ ഇമേജ് തരണം. സോ അതിൻ്റെ ഫോക്കസ് ഇതാ ഇവിടെ ഉണ്ട്, എഫ് ഒ ഉണ്ട്. എഫ് ഒയോട് വളരെ ചേർന്ന് തൊട്ടുപുറത്ത് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, മാക്സിമം സൈസിലാണ് കിട്ടേണ്ടത്. മാക്സിമം സൈസിൽ കിട്ടാൻ നമ്മൾ എഫ് ഒയോട് വളരെ ചേർന്ന് വെച്ചു. ഫസ്റ്റ് ലൈറ്റ് റേ പാരലായിട്ട് വന്നു. നമുക്കറിയാം അത് പോകുന്നത് ഇതിലൂടെ ആയിരിക്കും. അത് എഫ് ഒ എന്നുള്ള റൈറ്റ് സൈഡിലെ എഫ് ഒയിലൂടെ ആയിരിക്കും. അതിൻ്റെ പാത്ത് ഞാൻ ഇതിങ്ങനെ വരച്ചു വെച്ചു. ഫൈനൽ ഇമേജ് കിട്ടാൻ വേണ്ടി നമുക്ക് 2 ലൈറ്റ് റേ വേണം. സോ രണ്ടാമത്തെ ലൈറ്റ് റേ ഇതിൽ കൂടെ വരിക, ഒപ്റ്റിക് സെൻറ്ററിലൂടെയാണ്. സോ ഇവിടെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത്.
യെസ്. സോ ഇവിടെ ആലോചിക്കേണ്ട കാര്യം, ഈ ഇമേജ് ഫോം ചെയ്തോർത്ത് വെച്ചിട്ട് ലൈറ്റ് റേ മായ്ച്ച് കളയണം. ഇവിടെ ഫസ്റ്റ് മാഗ്നിഫൈഡ് ഇമേജ് കിട്ടി. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ FO ഇവിടെയാണ് മക്കളെ. നോക്കിയേ, FO ഇവിടെയാണ്. FOയിലല്ല ഇമേജ് കിട്ടിയിട്ടുള്ളത്, മാഗ്നിഫൈ ആയിട്ടുള്ളൊരു ഇമേജ് ബിയോണ്ട് 2F ഒക്കെ ആവും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ 2F കൊടുത്താൽ അവിടെ ഇവിടേക്കും കിട്ടിയിട്ടുണ്ടാവുക. സോ ഇതാണ് ഫസ്റ്റ് ഇമേജ്. റേ ഡയഗ്രത്തിൽ ആരോകൾ പ്രധാനപ്പെട്ടതാണ്. ആരോ വരയ്ക്കാൻ മറക്കരുത്. ഓക്കെ, സോ രണ്ടാമത്തെ കേസ് വളരെ സിമ്പിളാണ്. രണ്ടാമത് നമ്മൾ വയ്ക്കാൻ പോകുന്ന ലെൻസ് വിൽ ആക്ട് ആസ് വാട്ട്? എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. വിൽ ആക്ട് ആസ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അത് കുറച്ച് വലുതാക്കി വരയ്ക്കണം. കാരണം മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസ് ചെറുതും ഒബ്ജക്റ്റീവ് വലുതുമാണ്. നേരെ തിരിച്ച് ഇതല്ലേ ഒബ്ജക്റ്റീവ്, ഇത് ഐ പീസ്. ആ ഏത് ഭാഗമാണ് വലുതെന്ന് ആലോചിച്ച് വെച്ചാൽ മതിയേ. സോ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ലൈറ്റ് റേ പാരലായിട്ട് വരുന്നു. വന്നാൽ ഇതിൻ്റെ ഫോക്കസ് ഉണ്ട് ഇവിടെ, FE ഉണ്ട്. അതിലൂടെ ലൈറ്റ് റേ പോകും. അടുത്ത ലൈറ്റ് റേ ഒപ്റ്റിക് സെൻറ്ററിലൂടെയാണ് പോകേണ്ടത്. ദേ ആർ ഡൈവർജിങ്. സോ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. We'll get the final image. Okay, so final image കിട്ടി. ഇത്രയേ ഉള്ളൂ. സോ ചിത്രം വരയ്ക്കുന്നതിൻ്റെ സ്റ്റെപ്പ് നോക്കി വെക്കുക. ജസ്റ്റ് ടെക്നിക്കായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ ജസ്റ്റ് ഡോട്ട് ഇട്ടാണ്ട് ഒപ്പിച്ചാൽ മതി. ഓക്കെ, സോ നമ്മളോട് രണ്ടാമത്തെ പാർട്ടിൽ ചോദിച്ചത് എന്താടാ? മാഗ്നിഫൈയിങ് പവർ നമുക്ക് ഒന്നുകിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ബൈ ഒബ്ജക്റ്റീവ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ബൈ ഐ പീസ് ചെയ്യാം. രണ്ട് ചെയ്താലും സെയിം റിസൾട്ട് ആണ് കിട്ടുന്നത്. സോ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ട് റിവ്യൂ ആണ്. M is equal to MO into ME. ഓക്കെ, സോ അത് നമുക്ക് UO മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ V divided by U എന്നുണ്ട്. അപ്പോൾ VO divided by UO into ME അതേതാ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? 1 + D divided by FP ആയിരുന്നു. if the image is formed at least distance of distinction 1 + D divided by FP ആയിരുന്നു. ഇനി UO നോക്കടാ. UO എന്ന് പറഞ്ഞാൽ എന്താ? അത് എവിടെയാണോ ഇമേജ് ഉണ്ടായത് ആ സ്ഥലമാണ്. സോ ഇവിടെ നമുക്ക് ബെറ്റർ മാഗ്നിഫിക്കേഷൻ കിട്ടാൻ ഇതിനോട് ചേർന്ന് വരണം. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് L0 അല്ലെങ്കിൽ L. ഈ ഡിസ്റ്റൻസ് നമ്മൾ L എന്ന് വിളിച്ചു. സോ ഇത് ട്യൂബ് ലെങ്ത് ആണ്. ഇവിടെ VO ഈക്വൽ ടു L ട്യൂബ് ലെങ്ത് ആണ്. ആൻഡ് UO ഈക്വൽ ടു എവിടെ ചേർത്താ വെച്ചിരിക്കുന്നത്? നമ്മളെ ഫസ്റ്റ് ലെൻസ് ഒബ്ജക്റ്റീവ് അതിനോട് വളരെ ചേർത്താണ് വെച്ചിരിക്കുന്നത്. സോ UO ഈസ് ഈക്വൽ ടു FO എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ M is equal to L divided by FO into 1 + D divided by FE. ഇതെപ്പോഴാണ് ഇമേജ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്വിഷൻ. പക്ഷെ നമുക്ക് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് അറ്റ് അങ്ങനെ എഴുതുന്നുണ്ട്. ഇഫ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്തെങ്കിൽ മാഗ്നിഫിക്കേഷൻ M is equal to L divided by FO into D divided by FE എന്നാകും. ഓർത്ത് വെക്കേണ്ട ഇക്വേഷനാണ്, മറന്നു പോകരുത്. D divided by FE എന്നാകും. ഓക്കെ, സോ ഇതിന്നൊരു കാര്യം മനസ്സിലായി. ഫോർ better magnification both FO and the FE should be small. ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതാണ് ആ ക്വസ്റ്റിൻ്റെ അവസാനം ചോദിച്ചത്. വൈ ബോത്ത് ഒബ്ജക്റ്റ് ഐ പീസ് കോണ്ട് മൈക്രോ ഹാസ് ഷോർട്ടർ ഫോക്കൽ ലെങ്ത് എക്സ്പ്ലെയിൻ. ആ കാര്യവും പറഞ്ഞു. ഓക്കെ മക്കളെ, ന്യൂമറിക്കൽ സീനല്ല ഇത്. പഠിച്ചു പോണേ. വരയ്ക്കാനും ഈ ചെറിയ ഡെറിവേഷനും പഠിച്ചു പോകണം. ഈ ഡെറിവേഷൻ രണ്ടും പഠിച്ചു പോകണം. ഈ രണ്ട് ചിത്രം വരയ്ക്കാനും പഠിച്ചു പോകണം. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ ഇത്രയേ ഉള്ളൂ. ഇത്ര പഠിച്ചു പോയാൽ ഇത് എഴുതിയാൽ മതി. യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ, ഇതും ഓർത്ത് വെക്കണം.
സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു പോകണം. ഇത് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ എന്താ പറയുക മാഗ്നിഫിക്കേഷൻ ആണ്. ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ ഈ ഭാഗം മാത്രം തലതിരിച്ച് വരച്ചാൽ മതി, ഞാൻ വരയ്ക്കുന്നില്ല. നമുക്ക് ഒരു ടൈപ്പ് കാര്യം കൂടി പറയാനുണ്ട്, അതാണ് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് അതെങ്ങനെയാണ് വരുന്നത്? സോ അത് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പാണ്. ഒരു കോൺകേവ് മിററാണ് ഉപയോഗിച്ചിരുന്നത്. ടെലസ്കോപ്പാണ്. ലൈറ്റ് റേസ് ദൂരേന്ന് വരികയാണ്. ദോസ് ലൈറ്റ് റേസ് ഗെറ്റ് കൺവേർജ്ഡ് ടു ദിസ് പോയിന്റ്. ഓക്കെ, നമ്മളിവിടെ എന്ത് വയ്ക്കും? നമ്മളിവിടെ ഒരു കോൺവെക്സ് ലെൻസോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിററോ വയ്ക്കും. സോ ദേ ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് ഇവിടെ നമുക്ക് ഐ പീസ് വെച്ചാൽ ആ ഫൈനൽ ഇമേജിനെ കാണാൻ സാധിക്കും. ഇതുപോലത്തെ റഫ് ഡയഗ്രാമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. സോ ഒന്ന് നോക്കി വെക്കണം. ഇതാണ് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പിൻ്റെ അഡ്വാൻറ്റേജുകൾ ഓർത്ത് വെക്കുക. ഇതിന് ലെസ് കോസ്റ്റ് ആണ്. ഇതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ എന്താ പറയുക റിഫ്രാക്ഷൻ ടൈപ്പ് ലെൻസ് ഉപയോഗിക്കുന്ന ടൈപ്പ് ടെലസ്കോപ്പിന്റെ ഡിസഡ്വാൻറ്റേജുകൾ നോക്കുക. ആ ഡിസഡ്വാൻറ്റേജ് മറികടക്കാൻ റിഫ്ലക്ഷൻ ടൈപ്പ് കൊണ്ടുവന്നത്. സോ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് ദി റിം. അല്ലെ, ലെൻസ് ഒക്കെ ആണെങ്കിൽ ആ തലക്കിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഉണ്ടാക്കാൻ പ്രയാസമാണ്. ക്രോമാറ്റിക് അബറേഷൻ പ്രസന്റ് ആയിരുന്നു. ഈ കാര്യങ്ങളൊന്നുമില്ലാത്തതാണ് നമ്മുടെ റിഫ്ലക്ഷൻ ടൈപ്പ് ടെലസ്കോപ്പ്. ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ മനോഹരമായി തീർത്തു. അവസാനത്തെ ഭാഗവും നമ്മൾ മനോഹരമായി തീർത്തിട്ടുണ്ട്. ഓക്കെ ആണോ മക്കളെ? സോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ സ്മോൾ ടെലസ്കോപ്പ് ഹാസ് എൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 150 സെന്റിമീറ്റർ. നോക്കണേ, മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം ക്ലാസ് തരാടാ, അത് റെക്കോർഡ് ചെയ്ത് തരാം. നോക്കിക്കോളൂ. ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത്, ഈ പറയുന്ന ക്ലാസ് ഒന്ന് നോക്കടാ കൂട്ടാ. ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ. വാട്ട് ഈസ് എ മാഗ്നിഫൈയിങ് പവർ ഓഫ് ടെലസ്കോപ്പ് ഫോർ വ്യൂയിങ് ഡിസ്റ്റന്റ് ഒബ്ജക്ട് ഇൻ നോർമൽ അഡ്ജസ്റ്റ്മെന്റ്? സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേടാ. എന്താ ഇക്വേഷനോട് നമ്മൾ ചോദിച്ചത്? എം ഈക്വൽ ടു FO divided by FE. അതല്ലേ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ എം ഈക്വൽ ടു FO എത്രയാണ്? ദാറ്റ് ഈസ് 150 അല്ലേ, ഒബ്ജക്റ്റീവ്, ഡിവൈഡഡ് ബൈ FE എത്രയാണ്? 5. സോ 30. സിമ്പിൾ, കിട്ടിക്കഴിഞ്ഞു അല്ലേ. സോ അടുത്തത്, if the telescope is used to be 100-meter tall tower 3 kilometer away, what is the height of the image of the tower formed by the objective lens? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ചെയ്യാം. ഇത് ഞാൻ പോലും അറിയാതെ ഉത്തരം കിട്ടിപ്പോയടാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചത്. യെസ്. സോ രണ്ടാമത് നോക്കടാ. ഇഫ് ദ ടെലസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു വ്യൂ 100-meter tall tower, അപ്പോൾ എന്താ പറഞ്ഞ സാധനം? HO തന്നിട്ടുണ്ട് അല്ലേ. HO എത്രയാ? 100 meter. 3 kilometer away. 3 kilometer away എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് UO എത്രയാണ്? 3 kilometer ആണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്? HI ഈക്വൽ ടു എത്രയാണ്? ഫോൺഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഇത്രയാണ് ചോദിച്ചത്. സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക്. മാഗ്നിഫിക്കേഷൻ MS ഈക്വൽ ടു HI ഡിവൈഡ് ബൈ HO ഉണ്ട്. അപ്പോൾ അതിനെന്തൊക്കെയുള്ളത്? HO ഉണ്ട്, HI അറിയില്ല അല്ലേ, ആയിക്കോട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു V/U എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിന് VU അറിയില്ല, കുഴപ്പമില്ല. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാ? FO എത്രയാ? 150 ആണ്. 150 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് മീറ്ററൊക്കെ ആക്കുകയാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ. അപ്പോൾ 1.5 മീറ്റർ. ഇത് 3000 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള V കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് VO അങ്ങനെ എഴുതാം. VO ഡിവൈഡഡ് ബൈ UO. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് VO എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം? VO എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക? VO കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മളെ ലെൻസ് ഫോർമുല ഉപയോഗിച്ചാൽ മതി. കാരണം ഇത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ കേസാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു സിംഗിൾ ലെൻസ് ആണ്. സോ VO നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചൂടെ? ആൻസർ ഒക്കെ പറയുന്നുണ്ടല്ലേ, നോക്കാം നമുക്ക്. സോ 1/FO ഈക്വൽ ടു 1/VO മൈനസ് 1/UO. നമുക്ക് വേണ്ടത് എന്താ? UO ആണ് വേണ്ടത്.
അല്ല വി ഒ ആണ് വേണ്ടത്. 1/VO is equal to 1/FO plus 1/U അല്ലേ. അപ്പോൾ FO പ്ലസ് ലെൻസ് ആണ് 1/1.5. UO ലെഫ്റ്റ് സൈഡിൽ വയ്ക്കണം. അപ്പോൾ പ്ലസ് മൈനസ് വരും 1/3000. ശരിയല്ലേടാ? സർ മൈനസോ? എടാ ഇത് മൈനസ് വേണ്ട, ഇത് ലെൻസ് അല്ലേ, മൈനസ് വേണ്ടല്ലോ. ഇപ്പോൾ ഞാനത് ചെയ്യാൻ കൂടുതൽ മെനക്കെടുന്നില്ല. അതിന് വി ഒ കിട്ടും. വി ഒ കിട്ടിയിട്ട് നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ HI is equal to HO ഇൻറ്റു UO ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. കറക്റ്റാണ്. യെസ്, സോ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ നമ്മൾ രണ്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്യണമെന്നേ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ട് ഈസി ആയിരുന്നു. രണ്ടാമത് ഒബ്ജക്റ്റീവ് ലെൻസ് മാത്രം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് കാണാം. അതിനുശേഷം അതിൽ കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ടെലസ്കോപ്പ് ആണ്. ഈ 30 ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അവിടെ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ കേസിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോടാ. മാഗ്നിഫിക്കേഷൻ കണ്ടു, സെറ്റ്. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഒരു ക്വസ്റ്റ്യൻ വേണ്ടിയുണ്ട്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്സിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് നോക്കിക്കോളൂ. സം ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് 2 ലെൻസസ് ഓഫ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് ഈസ് 105. കൊള്ളാലോ. പെട്ടെന്ന് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. 105 centimeter. Focal length of one lens is 20 times that of the other. Determine the total magnification of the telescope when the final image is formed at infinity. Simple. നമ്മൾ പറഞ്ഞാൽ എന്താ? സം ഓഫ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ FO പ്ലസ് FE is equal to 105 പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഫോക്കൽ ലെങ്ത് ഓഫ് വൺ ലെൻസ് ഈസ് 20 times that of other. അപ്പോൾ എന്ത് പറയാൻ പറ്റും? FO ഈക്വൽ ടു 20 ഇൻറ്റു FE. ഏതാ വലുതാവേണ്ട? ഫോക്കൽ ലെങ്ത് ഇന്ത്യ വലുതാവേണ്ട. FO is equal to 20 times FE. എഴുതി കൂടെ? ടെലസ്കോപ്പ് അല്ലേടാ. ടെലസ്കോപ്പ് ആണെങ്കിൽ FE is equal to 20 times FO. അല്ല, തിരിച്ചു തന്നെ. FO അല്ലേ വലുത്. FO is equal to 20 times FE. FE ചെറുതും FO വലുതും. കറക്റ്റാണ് അല്ലേ? നോക്കിയാൽ ടെലസ്കോപ്പിന്റെ ചിത്രം ഇത് അങ്ങനെയായിരുന്നു. ടെലസ്കോപ്പിന്റെ ചിത്രം ഇത് അങ്ങനെയായിരുന്നു. വലുത് മുന്നിലും ചെറുത് പുറകിലുമാണ്. വലുതിന് അപ്പർച്ചർ കൂടുതലാണ്, ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. FO കൂടുതലാണ്, 20 times FE ആണ്. അത്രയും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡിറ്റർമൈൻ ദ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഓഫ് ടെലസ്കോപ്പ് ആൻഡ് ഫൈനൽ ഇമേജ് ഈസ് ഫൗണ്ട് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ അല്ലേ? കണ്ടുപിടിച്ച് നോക്കല്ലേ? നമുക്ക് എന്താ വേണ്ടത്? M ഈക്വൽ ടു FO ഡിവൈഡ് ബൈ FE എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആ FO FE ഒന്ന് കണ്ടുപിടിക്കണം. നമുക്ക് അതിലേക്ക് കൊടുത്താൽ കണ്ടുപിടിക്കടാം. തന്നിരിക്കുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. FOക്ക് പകരം 20 FE പ്ലസ്
F is equal to 105. 105. So 21 F is equal to 105. F is equal to 105 divided 105 divided by 21. Correct അല്ലേ? എത്ര വരെ 105 divided by 21? 5 സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ FO കണ്ടൂടെ? FO is equal to 100 സെൻറ്റിമീറ്റർ. അതായത് FO plus F is equal to 105 ആണ്. So FO is equal to 100 സെൻറ്റിമീറ്റർ. ബാക്കി ഇതിക്ക് 100 divided by 5 കിട്ടി. 100 divided by 5 20. ഓക്കെ അല്ലേ മക്കളെ? ഈസി അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഈസി അല്ലേ? 20. യെസ് ഗുഡ്. സോ അതോടുകൂടി മക്കളെ ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ആർ മൂവിങ് ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് അതിന് 2 തിയറികൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ്. അതിന് മുന്നേ മെറ്റൽ സർഫസിന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ 3 മെത്തേഡുകളുണ്ട് ഇലക്ട്രോണിക് എമിഷന് വേണ്ടിയിട്ട്. ഏതൊക്കെയായിരുന്നു? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ട്, പിന്നെ തെർമൽ എമിഷൻ ഉണ്ട്, പിന്നെന്താ ഫീൽഡ് എമിഷൻ ഉണ്ട്. ചൂടാക്കി പുറത്തെടുക്കാൻ വിളിക്കുന്ന പേരാണ് തെർമൽ എമിഷൻ. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ട്, ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുത്തിട്ട് പുറത്തെടുക്കുന്നതാണ് ഫീൽഡ് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ when light of suitable frequency falls on metal surface, electrons are emitted from that. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ടേം ആണ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്താടാ? അത് എനർജിയാണ്. എന്ത് എനർജിയാണ്? മിനിമം എനർജി eject an electron from metal surface. ഓർത്ത് വെക്കണം, മിനിമം എനർജി വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് വർക്ക് ഫംഗ്ഷൻ. റെപ്രസെന്റ് ചെയ്യുക 50 ആണ്. അതിൻ്റെ ഇക്വേഷൻ H nu 0 ആണ്. where nu 0 is called threshold frequency. അപ്പോഴാണ് നമ്മൾ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ അടുത്തൊരു കാര്യം ആലോചിക്കേണ്ടത്, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എന്തായിരുന്നു? If the incident radiation energy E ആണെങ്കിൽ a part of that will be used as work function and the remaining that will be converted as kinetic energy max. E is equal to 50 plus KE max. അതിൽ E എന്ന് പറഞ്ഞാൽ H nu ആണ്. H nu is equal to H nu 0 plus KE max. ഇങ്ങനെയും ഇക്വേഷൻ എഴുതാം. കൈനറ്റിക് എനർജി മാക്സ് എന്നാൽ എന്തായിരുന്നു? E V0 ആണ്. E into V0. സോ H nu is equal to H nu 0 plus E V0 എന്ന് ഇക്വേഷൻ എഴുതാം. ഇത്ര ഇക്വേഷൻ്റെ കാര്യം ചാപ്റ്റർ തുടങ്ങുമ്പോഴേ ഓർമ്മ വേണം. പോകാം നമുക്ക് അല്ലേ? ന്യൂമറിക്കൽസ് ഉണ്ട്. റെഡി അല്ലേടാ? ഡ്യുവൽ നേച്ചർ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ മക്കളെ നിങ്ങൾക്ക്? ഇക്വേഷൻ സൈഡിൽ ഇത്ര കാര്യങ്ങളാണ് വേണ്ടത്. ബാക്കി വേണ്ട ഇക്വേഷൻ നമുക്ക് പോണ വഴിക്ക് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കണില്ലേടാ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എ മെറ്റാലിക് പ്ലേറ്റ്, ശ്രദ്ധിച്ചോളൂ. ആ ഡ്യുവൽ നേച്ചർ ചോദിച്ച ആൾക്കാരൊക്കെ നിങ്ങളെ പരിചയത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നോളൂ. റെഡി ആണെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചോളൂ, ഉത്തരം പറഞ്ഞോളൂ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നു. 1 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. എവിടെ? യെസ്. ഇനിയിപ്പോൾ എത്രയും സമയം? 3 മണിയല്ലേ? 4 മണിയാകുമ്പോഴേക്ക് കഴിയൂടാ. 4 മണിയാകുമ്പോഴേക്ക് കഴിയും. 5 മണിക്ക് വേറെ ക്ലാസ് ഇല്ലേ? ജസീൽ സാറിന്റെ ക്ലാസ് ഇല്ലേ 5 മണിക്ക്? യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. മെറ്റാലിക് പ്ലേറ്റ്. ആൻസർ എവിടെ? തെറ്റ് സാറേ, ഡി എന്നൊക്കെ പറയണ്ടേ? യെസ്. എ മെറ്റാലിക് പ്ലേറ്റ് എക്സ്പോസ് ടു വൈറ്റ് ലൈറ്റ് എമിറ്റ് ഇലക്ട്രോൺ
ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കളേഴ്സ് ഓഫ് ലൈറ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ബി മാക്സിമം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ദാ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, h nu is equal to h nu is equal to h nu 0 plus ev. അപ്പൊ ന്യൂ കൂടി ഫ്രീക്വൻസി കൂടിയാൽ എന്ത് കൂടാ? കൈനറ്റിക് എനർജി കൂടും അല്ലേ? അതിന് മെറ്റൽ സർഫസിന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാനുള്ള മിനിമം എനർജി വർക്ക് ഫംഗ്ഷൻ അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. ഫോർ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. ക്വസ്റ്റ്യൻ ചോദിച്ച കാര്യമാണ്, ആരുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിരിക്കും മാക്സിമം? കൈനറ്റിക് എനർജി ആരുടെയാണോ കൂടുതൽ അവരുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും മാക്സിമം. സോ കൈനറ്റിക് എനർജി മാക്സ് ഈക്വൽ ടു ഇ വി 0 ആണ്. സോ ആർക്കാണോ കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്, യെസ് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, ആർക്കാണ് കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അയാൾക്കാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ. സോ വയലറ്റ് ആണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് high frequency. Good. Maximum frequency. Good. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫിഗർ ഷോസ് വേരിയേഷൻ ഓഫ് നമുക്ക് അത് പറഞ്ഞിട്ട് നിൽക്കാം. നമുക്ക് ആ എക്സ്പെരിമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹെൻറിച്ച് ഹെഡ്സ് ഇത് കണ്ടുപിടിച്ചു. ലെനെ ഹെറാൾഡ് എന്തായിരുന്നു ആ സയന്റിസ്റ്റിന്റെ പേര്? ലെനാർഡ് എക്സ്പെരിമെന്റ്, എന്തായാലും നല്ല പേര് മറന്നുപോയോ? ആ എക്സ്പെരിമെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന എക്സ്പെരിമെന്റ് ഇതായിരുന്നു. നമുക്ക് അതിന് എവാക്യുവേറ്റഡ് ഗ്ലാസ് ചേംബർ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ എന്തിരിക്കുന്നുണ്ട്? ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു, സിമ്പിളായിട്ട് അങ്ങനെ കണക്ട് ചെയ്താൽ മതി, കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. സിമ്പിളായിട്ട് ഒരു വോൾട്ടേജ് സോഴ്സിനോട് കണക്ട് ചെയ്തു. അതങ്ങനെ ആദ്യം പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരുന്നു വിചാരിക്കുക. ഇതിവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു കളക്ടർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ കണക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണടാ? ലൈറ്റ് എൻ്റർ ചെയ്യണം. അപ്പോൾ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ഗ്ലാസ് വിൻഡോ ഒക്കെ ഇട്ടു. ഇതിന് ക്വാഡ്സ് വിൻഡോ എന്ന് പറഞ്ഞു. ഈ ക്വാഡ്സ് വിൻഡോ കൂടെ എന്ത് വരും? ലൈറ്റ് ഇങ്ങനെ വരും. ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് എവിടെ വന്നിരിക്കും? ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിരിക്കും. ഇതിൻ്റെ മുകളിൽ വന്നിരിച്ചാൽ ഇലക്ട്രോൺസ് പുറത്ത് വരും അല്ലേ? ഇലക്ട്രോൺസ് പുറത്ത് വന്നാൽ ഈ ഇലക്ട്രോൺസ് മെല്ലെ ഇതൊരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ചേംബർ ആണ്. ഹാൾവാർട്ട് ലെനാർഡ് താങ്ക് യു. ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ചേംബർ ആണ്. ഇതിൽ എന്തില്ല? ബാക്കി ഇലക്ട്രോൺസുമായിട്ടൊന്നുമില്ല. ഇവിടെ ഇടിച്ച ഇലക്ട്രോൺസ് മെല്ലെ ഇതാണ് എമിറ്റർ പ്ലേറ്റ്, ഇതാണ് കളക്ടർ പ്ലേറ്റ്. സോ ഇവിടെ നമ്മൾ ഇനീഷ്യൽ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. സോ ബിക്കോസ് ഓഫ് ദി എഫക്ട് ഓഫ് ദിസ് പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് പെട്ടെന്ന് ഇങ്ങനെ വരും. സോ ഇവിടെ പോസിറ്റീവ് ചാർജ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ഇവിടേക്ക് വരും. ഇവിടെ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന പ്രോസസ് വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇലക്ട്രോൺ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഉണ്ടാവും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്ത വോൾട്ടേജ് അറിയാൻ വേണ്ടിയിട്ട് കറണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വേണമെങ്കിൽ ആ മീറ്റർ വെക്കാൻ പറ്റും. പിന്നെ ഞാൻ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് ഇന്റൻസിറ്റി മാറ്റുക പറഞ്ഞാൽ ബ്രൈറ്റ്നസ് മാറ്റിയാൽ മതി. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇതിന്റെ എന്ത് മാറ്റണം? പോസിറ്റീവും നെഗറ്റീവും മാറി കൊടുക്കണം. അതിന് വേണമെങ്കിൽ ഒരു കമ്മ്യൂട്ടേറ്റർ വെക്കാം. പിന്നെ ഇവിടെ ഒരു വോൾട്ടേജ് അളക്കാൻ ഒരു സോഴ്സും വെക്കാം. ഓക്കെ, ഇത്രയാണ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ വെറുതെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കണ്ടിട്ടില്ലേ? അത് വോൾട്ടേജ് മാറ്റാനുള്ള കമ്മ്യൂട്ടേറ്റർ ആണ്. പിന്നെ ഇവിടെ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ബാറ്ററി മാറ്റാൻ റിയോസ്റ്റാറ്റ് അറേഞ്ച്. സോ ബേസിക് അറേഞ്ച്മെന്റ് എത്രയാണ്? ഓക്കെ അല്ലേ മക്കളെ? സോ ഇനി നമ്മൾ എക്സ്പെരിമെന്റ് നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, ഇന്റൻസിറ്റിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം. ഇന്റൻസിറ്റി കൂടി. ആസ് ഇന്റൻസിറ്റി ഇൻക്രീസസ് എന്ത് കൂടും? നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് വിൽ ഇൻക്രീസ്. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് കൂടും, അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. മനസ്സിലാക്കി വെക്കുക. ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് കൂടും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. ഹൈ ഇന്റൻസിറ്റി ആയ കൂടുതൽ ഇലക്ട്രോൺസ് പുറത്തു വരും, കറണ്ട് കൂടും അല്ലേ? രണ്ടാമത്തെ കാര്യം ആലോചിക്കുക, ഫ്രീക്വൻസി മാറ്റി കഴിഞ്ഞാൽ, ഫ്രീക്വൻസി ഇൻക്രീസ് കഴിഞ്ഞാൽ നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പക്ഷെ എന്താ അവിടെ കൂടും? അവരുടെ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ വിൽ ഇൻക്രീസ്. കൈനറ്റിക് എനർജി കൂടും. അതായത് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ h nu is equal to h nu 0 പ്ലസ് കൈനറ്റിക് എനർജിയാണ്. സോ എക്സ്ട്രാ വന്ന എനർജി കൈനറ്റിക് എനർജി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ക്ലിയർ അല്ലേടാ? ഓർത്ത് വെക്കണേ.
യെസ്, ഓർമ്മയുണ്ട്. മൂന്നാമത്തെ കാര്യം എങ്ങനെയായിരുന്നു? അതായിരുന്നു കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കറണ്ടിലെത്തും. അതിൻ്റെ പേരാണ് സാച്ചുറേഷൻ കറണ്ട് അല്ലേ? നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ട് ഇൻക്രീസ് കഴിഞ്ഞാൽ അതൊരു മാക്സിമം ഇതിലെത്തും. അതിൻ്റെ പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത്രയും ടേംസ് എന്താണെന്ന കാര്യം കൃത്യമായിട്ട് അറിയണം. ഈ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ മക്കളെ? ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. ഇത്രയും കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിക്ക് പോകാം. നമുക്ക് ആ ഗ്രാഫ് വരച്ചിട്ട് പോയാൽ മതിയോ? യെസ്, ഒരു ഡെമോഗ്രാഫ് വരച്ചിട്ട് പോകാം. ഇതായിരുന്നു ആദ്യത്തെ ഒരു ഗ്രാഫ്. ഇവിടെ കറണ്ട്, ഇവിടെ ഇൻറ്റൻസിറ്റി. ഇതാണ് ഗ്രാഫ്. കാരണം ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും. ഓക്കെ, സോ അടുത്തത് നമ്മൾ ബേസിക് ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നടുക്കൊരു വര വരച്ചു, ഇങ്ങനെ വരച്ചു. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലാണ്. ഇത് ഇവിടേക്ക് പോസിറ്റീവ് ആകാം, ഇവിടേക്ക് ഇങ്ങോട്ട് നെഗറ്റീവ് ആകാം. അതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിൽ 0 എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ് നമ്മൾ ഈ ആക്സിൽ എടുക്കുന്നത്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ടാണ്. ഈ ശ്രദ്ധിക്കുക, കറണ്ട് 0 ആയ സമയത്ത് തന്നെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ കൂട്ടി, അതായത് ഇവിടത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂട്ടി. സോ ഇവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടി കൂടുതൽ അട്രാക്ട് ചെയ്യും. കറണ്ട് ചെറുതായിട്ടൊന്ന് കൂടും. ഒരുപാടൊന്നും കൂടാൻ സാധിക്കില്ല. കാരണം അതിനൊരു പരിധി ഉണ്ട് ദാസ. അതുകൊണ്ട് ഇത് ഇവിടേക്ക് എത്തി, സാച്ചുറേഷൻ കറണ്ടിലേക്ക് എത്തി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ? നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. സോ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വന്നിട്ട് ഇവിടെ അവസാനിക്കും. അതായത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ വരുന്ന ഇലക്ട്രോണിനൊക്കെ റിപ്പൽ ചെയ്യും. നെഗറ്റിവിറ്റിയിൽ ചാർജ് ഇലക്ട്രോൺസ് വരികയാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ റിപ്പൽ ചെയ്യും. സോ അവസാനം ഇവിടെ ഇലക്ട്രോൺസ് വന്ന് അവസാനിക്കും. ഇതിൻ്റെ പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഈ പേരുകൾ ഓർത്തു വെക്കണം. സാച്ചുറേഷൻ കറണ്ടും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഓർത്തു വെക്കണം. ഇതാണ് ഗ്രാഫിൻ്റെ ഡെമോ ഷേപ്പ്. ഇനി നമുക്കിതിൽ വേരിയേഷൻസ് പഠിക്കാണ്ടായിരുന്നു. എന്തായിരുന്നു ആദ്യത്തെ വേരിയേഷൻ? ഒന്ന് ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഗ്രാഫ് വരയ്ക്കുന്നില്ല, ഓർത്താൽ മതി. ഇങ്ങനെയും ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? സാച്ചുറേഷൻ കറണ്ട് കൂടും. ഗ്രാഫ് ഇങ്ങനെ വന്ന് നിൽക്കും. ഇവിടുത്തെ വാല്യൂ കൂടും. സാച്ചുറേഷൻ കറണ്ടിന്റെ വാല്യൂ കൂടും. ഇതാണ് സാച്ചുറേഷൻ കറണ്ടിന്റെ വാല്യൂ. ആ കറണ്ട് കൂടും ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ കറണ്ട് കൂടുന്നില്ല. വാല്യൂ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. ഓക്കെ, സോ ഞാൻ ഇവിടെ എഴുതി വെക്കാം. ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്താണ് ഇൻക്രീസ് ചെയ്യുക? സാച്ചുറേഷൻ കറണ്ട്. സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത് ആലോചിക്കുക, ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ഓർത്ത് വയ്ക്കുക. ഈ കാര്യങ്ങൾ അറിയണം. കൃത്യമായി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ക്വസ്റ്റ്യനിക്ക് പോകുന്നത്. റെഡി അല്ലേടാ? സർ റിപ്പീറ്റ് ചെയ്യാമോ? എന്താണ് പറയേണ്ടത്? എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? റെക്കോർഡ്സ് സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിയണം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് അറിയണം. ആ എക്സ്പെരിമെന്റിനെ കുറിച്ച് അറിയണം. വേരിയേഷൻസ് അറിയണം. ഗ്രാഫ് അറിയണം. ഓക്കെ അല്ലേ? യെസ്, ഈ കാര്യങ്ങളാണ് അറിയേണ്ടത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോജിത്ത് സോജു, സാറിൻ്റെ വീട്ടിൽ സാമ്പാറുണ്ടോ? ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിച്ച്. വേണമെങ്കിൽ അമ്മേനെ വിളിച്ച് വെച്ചിട്ട് പറഞ്ഞുതരാം. നോനിത്ത് ജോജു. അപ്പം അതാണല്ലോ ഇവിടുത്തെ കാര്യം അല്ലേ? സാറിൻ്റെ വീട്ടിൽ സാമ്പാറുണ്ടോയെന്ന്. എടാ മക്കളെ, ഈ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മുന്നോട്ട് പോകാം. യെസ്, നാഗവല്ലി, ഹെലന ആന്റണി, നാഗവല്ലി. യെസ്,
ലാസ്റ്റ് പറഞ്ഞത് സാറേ സാമ്പാറേ. ഇത്ര വലിപ്പല്ലട ചങ്ങായി. +2കാരനാ. മറ്റന്നാള് ബോർഡ് എക്സാമാ. എന്നിട്ട് മുണ്ട് പറിക്കാൻ നടക്കുക. സാറേ സാമ്പാറേ എന്ന് പറഞ്ഞിട്ട്. യെസ്, തുടങ്ങല്ലേ. യെസ്, ചെയ്യാം, റെഡിയാണ്. സോ നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ മക്കളെ. സോറി. Figure shows the variation of photoelectric current measured in photo cells given its function. Potential difference between plates of ഒന്നുമില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രിക് പ്ലേറ്റ് പൊട്ടൻഷ്യലും കറണ്ട് തന്നിട്ട്. Which light beam has highest frequency and why? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞേ മക്കളെ. ഏതാണ് ഇതിൽ ആർക്കാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉണ്ടാവുക? ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ആൾക്ക് എന്ത് കൂടുതലായിരിക്കും? മറന്നു പോയത്, അയാൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. സോ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ഗ്രാഫ് ഇതാണ്. ഇതിങ്ങനെ പിടിച്ച് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബി. ക്ലിയർ അല്ലേ? എവിടെ ബി എന്നുള്ള വരട്ടെ. ബി എന്നുള്ള ആൻസർ ഉള്ള ആളുകളൊക്കെ എവിടെ? തെറ്റുപോയോ? ഇല്ല. ഗ്രാഫിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യും വേണ്ടേ? സോ ഇതിൽ പറയാത്ത വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണില്ല കേട്ടോ. യെസ്, എ അല്ല മക്കളെ, എ അല്ല. അത് നോക്കണേ, ശ്രദ്ധിക്കണേ. ഇതാ ഗ്രാഫ് മാറിപ്പോണം. നോക്കി, ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയല്ലേ പോകണം. ഇങ്ങനെയൊന്നും അല്ല ഗ്രാഫ്. ഇങ്ങനെ ഒരു വെടിയൊന്നും നമ്മൾ ഗ്രാഫിൽ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. സോ ഈ ഗ്രാഫ് ബി ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് എന്താ ചോദിക്കാതിരിക്കട്ടെ. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൂട്ടിയിടിച്ചിട്ട് ഏതാണെന്ന് അറിയാത്ത അവസ്ഥയൊന്നും ഇല്ലാതിരിക്കട്ടെ. ഞാൻ പറയുന്നത് ബി ആണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേടാ? ഇവിടെ എത്തിയ ഈ വാല്യൂ ഇതാണ് ഏത്? ഹയസ്റ്റ് ഫ്രീക്വൻസി. വിച്ച് ബീം ഹാസ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്? അത് കൊള്ളാം. വിച്ച് വേവ് ഹാസ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്? ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പൊ ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ റിലേഷൻ മനസ്സിലാക്കണം. ആർക്കാണോ ഫ്രീക്വൻസി കൂടുതൽ അവർക്ക് വേവ് ലെങ്ത് കുറവായിരിക്കും. ഫ്രീക്വൻസി കൂടുന്നവർക്ക് വേവ് ലെങ്ത് കുറവായിരിക്കും. ഫ്രീക്വൻസി ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി ആരതാ നോക്കിയാൽ മതി. പക്ഷെ ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി ആരതാണ്? ദ ഗ്രാഫ് നോക്കി, ഈ പോയിന്റിലാണ് ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് സി. മനസ്സിലായോ? കാര്യം മനസ്സിലായോ മക്കളെ? ഇതാണ് ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി. സോ ദാറ്റ് ഈസ് സി. കാര്യം മനസ്സിലായില്ലേ? ലോങ്സ്റ്റ് വേവ് എന്ന ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി നോക്കിയാൽ മതി. വേറെ പുതിയ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകണ്ട. അടുത്ത് നോക്കടാ. Which light beam ejects photoelectron with the maximum momentum and why? Maximum momentum ആർക്കാണ് ഉണ്ടാവുക? എന്തുകൊണ്ട് ആർക്കാണ് ഉണ്ടാവുക? അത് മാക്സിമം എനർജി ഉള്ള ആളുകൾക്ക്, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വെലോസിറ്റി. മൊമെന്റം P = mv എന്നല്ലേടാ. ആർക്കാണോ കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക, കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുക, അവർക്കാണ് കൂടുതൽ മൊമെന്റം ഉണ്ടാവുക. അത്രമാത്രം ആലോചിച്ചാൽ മതി. മൊമെന്റം P = mv. ആർക്കാണോ വെലോസിറ്റി കൂടുതൽ ഉണ്ടാവുക, ഒരു കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. കൈനറ്റിക് എനർജി കൂടുതൽ ആൾക്കാർക്കാണ് മാക്സിമം മൊമെന്റ് ഉണ്ടാവുക. സോ കൈനറ്റിക് എനർജി കൂടുതൽ ആർക്കാണ്? അത് അഗെയിൻ ബി ആണ്. ബി സി ബി സെറ്റ് ആണെങ്കിൽ കാര്യം പറഞ്ഞേ. ഇതിൽ കുറെ പുറകിലാണല്ലോ. കുഴപ്പമില്ല. യെസ്, ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മൾ. What is the effect of threshold frequency and stopping potential on increase the frequency of incident beam of light? Justify your answer. What is the effect of on threshold frequency and stopping potential on increasing frequency of incident light? എന്താ പറഞ്ഞത്? നമ്മൾ ഫ്രീക്വൻസി കൂട്ടി അല്ലേ? ഫ്രീക്വൻസി കൂട്ടി. എന്താ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവുക? ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ നോ ചേഞ്ച്. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റലിന്റെ നേച്ചറിനെയും അവിടുത്തെ ടെമ്പറേച്ചറിനെയും ആണ്. ഓർത്ത് വെക്കുക. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ആ മെറ്റലിന്റെ നേച്ചറിനെയും അവിടുത്തെ ടെമ്പറേച്ചറിനെയാണ്. സോ നോ ചേഞ്ച് in threshold frequency. And stopping potential എന്ത് ചെയ്യടാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ will increase. യെസ്, ഡിക്രീസ് എന്നാരും പറയാതിരിക്കട്ടെ. എടാ ത്രെഷോൾഡ് ഫ്രീക്വൻസി മാറുന്നില്ല. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ് ആണ്. അത് മാറണമെങ്കിൽ രണ്ട് കണ്ടീഷൻ. ഒന്ന് ടെമ്പറേച്ചർ കൂട്ടണം, രണ്ടാമത്തെ കാര്യം എന്താടാ? മെറ്റീരിയൽ മാറണം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ?
ആ ഇവിടെ h/p എന്നൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ലോങ്സ്റ്റ് വേവ് ലെങ്തിന്റെ കേസിൽ. അടുത്ത ക്വസ്റ്റ്യൻ the wavelength lambda of a photon and de Broglie wavelength of an electron of mass m have same value. ആയിക്കോട്ടെ, അപ്പൊ ലാംഡ തന്നിട്ടുണ്ട്, ലാംഡ രണ്ടുപേർക്കും സെയിം ആണ്. ഷോ ദാറ്റ് എനർജി ഓഫ് ഫോട്ടോൺ ഈസ് 2 lambda mc divided by h times kinetic energy of electron where c and h are their usual meaning. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. സോ ലാംഡേന്റെ കാര്യമാണ് പറഞ്ഞത്. ലാംഡയും കൈനറ്റിക് എനർജിയിൽ ഇക്വേഷൻ നമ്മൾ ഡി ബ്രോയിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് മക്കളെ, ഡി ബ്രോയിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡി ബ്രോയി വേവ് ലെങ്ത് എന്താ? ഡി ബ്രോയി വേവ് ലെങ്ത് അല്ലെങ്കിൽ മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ പറയുന്നു റേഡിയേഷൻ നേച്ചർ ഓഫ് വേവ് നേച്ചർ ഓഫ് റേഡിയേഷൻ നേച്ചർ വേവ് നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അവർക്കും വേവ് നേച്ചർ ഉണ്ട്. നമ്മളോട് പറഞ്ഞ സയന്റിസ്റ്റ് ഡി ബ്രോയി ആണ്. ഡി ബ്രോയി വേവ് ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്ന ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ h/mv അല്ലേ. ലാംഡ ഈസ് ഈക്വൽ h ഡിവൈഡ് ബൈ റൂട്ട് 2mke എന്നൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. റിലേഷൻ കണക്ടിങ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. ഇത്രയും ഇക്വേഷൻസ് നമുക്ക് അറിയേണ്ടതാണ്. ഓക്കെ, കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എച്ച് എന്താ മൊമെന്റ്, സോറി പി എച്ച് എന്താ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, പി എന്താണ് അതിന്റെ മൊമെന്റം ആണ്, കാര്യം നമുക്ക് അറിയാം. ഓക്കെ, സോ നമുക്ക് തിരിച്ചു വരാം. നമ്മളോട് ഇവിടെ പറഞ്ഞത് ലാംഡയും കൈനറ്റിക് എനർജിയും കണക്കുന്ന ഇക്വേഷൻ ആണ്. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലാംഡ ഇസ് ഈക്വൽ ടു h ഡിവൈഡ് ബൈ റൂട്ട് 2mke. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ദാറ്റ് മച്ച് ടൈംസ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്നാണ് പറയേണ്ടത്. സോ നമുക്ക് ആദ്യം കൈനറ്റിക് എനർജി നമുക്ക് എഴുതി നോക്കാം. ഇൻ ടേംസ് ഓഫ് ലാംഡ എഴുതി നോക്കാം. സോ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു h സ്ക്വയർ ഡിവൈഡ് ബൈ 2mke സ്ക്വയർ ചെയ്തു അല്ലേ. അപ്പൊ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു h സ്ക്വയർ ഡിവൈഡ് ബൈ 2m ലാംഡ സ്ക്വയർ. അപ്പൊ അത് കിട്ടി, കൈനറ്റിക് എനർജി കിട്ടി. ഇനി എന്തിനാ പറഞ്ഞാൽ എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനർജി ഓഫ് ഫോട്ടോൺ, അപ്പൊ എനർജി ഈസ് ഈക്വൽ ടു ഫോട്ടോണിന്റെ കേസിൽ കേട്ടോ, ഇത് ഇലക്ട്രോണിന്റെ കേസിൽ. ഫോട്ടോണിന്റെ കേസിൽ ഈസ് ഈക്വൽ ടു h ന്യൂ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് h ഇൻറ്റു സി ഡിവൈഡ് ബൈ ലാംഡ. ലാംഡയുടെ ടൈമിലാണ് കിട്ടുന്നത്, സി ഡിവൈഡ് ബൈ ലാംഡ എന്ന് കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് hc ഡിവൈഡ് ബൈ ലാംഡ ഈക്വൽ ടു 2πmc ഡിവൈഡ് ബൈ h ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്നാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്താ? ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യമാണ്. ദാറ്റ് ഇൻറ്റു h സ്ക്വയർ ഡിവൈഡ് ബൈ 2m ലാംഡ സ്ക്വയർ. π അല്ല, ഇത് ലാംഡയാണല്ലോ, വെരി സോറി. 2 ലാംഡ mc ഡിവൈഡ് ബൈ ജസ്റ്റ് ഒന്ന് വെട്ടി നോക്കാം. 2ഉം പോയി, എമ്മും പോയി, h സ്ക്വയറും പോയി, ലാംഡ സ്ക്വയറും പോയി. ദാറ്റ് ഈസ് hc ബൈ ലാംഡ. പിന്നെ ഓക്കെ അല്ലേ. സോ ദിസ് ഈസ് എന്താണ്? 2 ലാംഡ mc ഡിവൈഡ് ബൈ h ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി. തെളിയിച്ചു കഴിഞ്ഞു. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ക്വസ്റ്റ്യൻ്റെ കൂടെ ഇക്വേഷൻ കൂടി തന്നതിന് നന്നായിരുന്നു. ശരി, എന്നാ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ജസ്റ്റ് കൈനറ്റിക് എനർജി ഈസ് മൾട്ടിപ്ലൈ വിത്ത് ദാറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടി. സോ ഇറ്റ്സ് പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഈസി അല്ലേ. അടുത്ത 2 ഗ്രാഫാണ് മക്കളെ, നോക്കിക്കോളൂ. എക്സ്പ്ലെയിൻ ഹൗ photoelectric current and kinetic energy of photoelectron emitted in a photocell vary the frequency of incident radiation is doubled by keeping the intensity same. Show the graphical variation of about 2 cases. അപ്പോൾ നമുക്ക് ആദ്യം പറയാം. എന്താ പറഞ്ഞത്? ഫോട്ടോ കറണ്ടിന്റെ കേസ് വേണം. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. രണ്ടാമതേത് വെച്ച് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. 2 ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞത്. എന്താ കണ്ടീഷൻ പറഞ്ഞതാ? If frequency of incident radiation is doubled, nu dash become 2 nu ആയിട്ടുണ്ട്. By keeping intensity same. Intensity same ആണ്. അല്ലേ? So the graphical variation of about 2 cases. So നമുക്ക് കാണിക്കുന്നത് ഏതാടാ? കൈനറ്റിക് എനർജി. ആദ്യം ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും വേണം, ഫ്രീക്വൻസിയും വേണം അല്ലേ? ആദ്യത്തെ ഗ്രാഫ്
ഐയും ന്യൂ ഗ്രാഫാണ് പറഞ്ഞത്. എന്ത് വേരിയേഷൻ ഉണ്ടാവുക? ഫ്രീക്വൻസി കൂടുമ്പോൾ കറണ്ടിൽ യാതൊരു വേരിയേഷനും ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദിസ്. മനസ്സിലായോടാ? നോ ചേഞ്ച് ഇൻ ഫോട്ടോ കറണ്ട്. ഓക്കെ, സോ ഇവിടേക്ക് വരുന്നു, കൈനറ്റിക് എനർജിയിലേക്ക് വരുന്നു. ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞത് ഏതിൻ്റെയായിരുന്നു? കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസിൻ്റെ ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞത്. സോ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്കറിയാം. ഇനീഷ്യലി ഫ്രീക്വൻസി 0 ആയി കഴിഞ്ഞാൽ നോ വേരിയേഷൻ. സോ ആഫ്റ്റർ എ പർട്ടിക്കുലർ ഫ്രീക്വൻസി കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ആ ഗ്രാഫ് ഇങ്ങനെ പോകും. ഇതാണ് ന്യൂ സീറോ ത്രെഷോൾഡ് ഫ്രീക്വൻസി. നമുക്ക് അറിയുന്ന ഗ്രാഫാണ് അല്ലേ? ഇൻറ്റൻസിറ്റി സെയിം ആണ്, ഫ്രീക്വൻസി മാറിയിട്ടുണ്ട്. അല്ല ഇതിൽ നമ്മൾ ഉത്തരം പറയണം. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് ഫോട്ടോ സെൽ. ഇതിപ്പോൾ ഗ്രാഫ് മാത്രമായിട്ടേ ഉള്ളൂ. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് ഇൻ ഫോട്ടോ സെൽ വേരി, ഫ്രീക്വൻസി റേഡിയേഷൻസ് ഡബിൾഡ് ബട്ട് കീപ്പിംഗ് സെയിം. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ നോ ചേഞ്ച്. കൈനറ്റിക് എനർജിയിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുക? ഡബിൾ എന്ന് പറയാൻ പറ്റൂടാ? ഇല്ല അല്ലേ? നമ്മൾ ഇക്വേഷൻ ഇതിൽ കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 ആണ്. സോ അതെന്തായിട്ട് മാറിയിട്ടുണ്ട്? 2h ന്യൂ മൈനസ് എച്ച് ന്യൂ 0 ആയിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? സോ ദിസ് വിൽ ബി ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ഉണ്ടാവും. ഇക്വേഷൻ ആയിട്ട് പറയുന്നത് ന്യൂ 2 ഡബിൾ ആയി കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡബിൾ ആയ കൈനറ്റിക് എനർജി ഇങ്ങനെയായിട്ട് മാറും അല്ലേ? KE dash. സാറേ ഒരു ഡൗട്ട്, ക്ലിയർ? H2O കുടിക്കുന്നതാണോ അത്? ഞാൻ H20 കുടിക്കുന്നത് എന്താ പുതിയ സാധനം എഴുതിയിരുന്നുണ്ട് അത്ര നേരം. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. കുഴപ്പമില്ലടാ, ഇനി 2 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ് നമ്മളെ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഡയോഡ്സ് ഡിലീറ്റഡ് ആണ്. ടൈപ്സ് ഓഫ് ഡയോഡ് ഒക്കെ ഡിലീറ്റഡ് ആണ് കേട്ടോ. യെസ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് മക്കളെ. നോക്കിക്കോളൂ. ഇഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 200 angstrom falls on a metal surface of work function 4.2 electron volt, what is the kinetic energy of fastest electron emitted from the surface? Simple ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്തു. Kinetic energy is equal to h nu minus h nu 0. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി എന്താ? h ഇൻറ്റു സി ബൈ ലാംഡ മൈനസ് എച്ച് ന്യൂ 0 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ തന്നിക്കുന്ന ടേമിൽ എഴുതിയതാണ്. അപ്പോൾ എച്ച് ഇൻറ്റു സി എത്രയായിരുന്നു? 3 × 10⁻⁸ ആണ്, ഡിവൈഡഡ് ബൈ 2000 ആങ്സ്ട്രം ഇൻറ്റു 1.6 × 10⁻⁻19 ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂടാ? ഇത് ഇലക്ട്രോൺ വോൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആങ്സ്ട്രത്തിൻ്റെ കാര്യം കൂടി മാറ്റണം. ഇൻറ്റു 10⁻⁻10 കൂടി ഇടണം. ഇൻറ്റു 10⁻⁻10. അപ്പോൾ എന്തായി നമുക്ക് ആൻസർ? ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടി. ദാറ്റ് മൈനസ് വർക്ക് ഫംഗ്ഷൻ എത്രയാ? 4.2. അത് ചെയ്താൽ എന്ത് കിട്ടും? മാക്സിമം കൈനറ്റിക് എനർജി കിട്ടും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി പറയാം. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? hc/λ. മനസ്സിലായോ? ക്ലിയർ ആണോ മക്കളെ? കാര്യം മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ എന്താ ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ? പെട്ടെന്ന് പറഞ്ഞേ. ചാറ്റും പോയോ? ജൂളിൽ എഴുതിക്കൂടെ? യെസ്, നല്ല ചോദ്യം. സോ എന്താ ചെയ്യാൻ കാരണം വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നത് 4.2 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. 4.2 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അപ്പോൾ ഈ സാധനം ഇലക്ട്രോൺ വോൾട്ടിലായാലാണ് സബ്ട്രാക്ട് ചെയ്യാൻ സൗകര്യം. അല്ലെങ്കിൽ ഇതിനെ ഇൻറ്റു 1.6 × 10⁻⁻19 ഗുണിച്ചിട്ട് ഇവിടെ ഹരിക്കുന്നതിന് പകരം ഇതുകൊണ്ട് ഗുണിച്ചിട്ടും ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ഈ കിട്ടുന്ന നമ്പറിനെ 4.2 കുറയ്ക്കുന്ന അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് 1.6 × 10⁻⁻19 ഇവിടെ ഗുണിച്ചതാക്കണം. നമ്മൾ എപ്പോഴും കുറയ്ക്കുമ്പോൾ എന്താക്കണം? ഒരേ യൂണിറ്റിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, കാര്യം മനസ്സിലായോ? ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ജൂളിൽ നിന്ന് ഇലക്ട്രോൺ വോൾട്ടിൽ കൺവെർട്ട് ചെയ്യണം. ആ കാര്യം മറന്നു പോരുത്.
ഷോർട്ട് കട്ട് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല. ഷോർട്ട് കട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. 120 അല്ല 1240 അല്ലേ, ആ നമ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. സർ കൺവേർഷൻ വീണ്ടും പറയുമോ മക്കളെ? ജൂള് അല്ലേ, അത് എനർജീൻ്റെ യൂണിറ്റ് ആണ്. ഇലക്ട്രോൺ വോൾട്ട് എനർജീൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഒരു ജൂള് ഡിവൈഡ് ബൈ 1.6 × 10⁻⁻⁹ ചെയ്ത് എന്തിലായിരിക്കും? ഇലക്ട്രോൺ വോൾട്ടിലായി മാറും. ഇതാണ് കൺവേർഷൻ. ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ. ഇലക്ട്രോൺ വോൾട്ട് തന്നതിന് 1.6 × 10⁻⁹ ചാർജ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ജൂളിൽ കിട്ടും. എക്സിന്റെ വാല്യൂ എന്താടാ? എച്ച് എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.63 × 10⁻⁻34. ഓക്കെ, എങ്ങനെ? യെസ് 1240. അങ്ങനെ ഷോർട്ട് കട്ടിൻ്റെ മെത്തേഡും ഉണ്ട്. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാച്ചിട്ടാണ്. ഷോർട്ട് കട്ടിൻ്റെ കാര്യം ലാസ്റ്റ് ആയിട്ട് പറയാച്ചിട്ടാണ്. ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്. പക്ഷേ നിങ്ങൾ ബോർഡ് എക്സാമിന് ഷോർട്ട് കട്ടിന് പോകണ്ട, അത് നമുക്ക് എൻട്രൻസിന് എടുത്താൽ മതി കേട്ടോ. ബോർഡ് എക്സാമിന് ഇത് കണ്ടാലാണ് നല്ലത്. ½ mv² ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നില്ലേ കൈനറ്റിക് എനർജി എന്നുള്ളത്. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ½ mv² ഒന്നും ആവശ്യമില്ല. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഇല്ലേ മക്കളെ? എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി മാക്സ്. അതിനാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സ് ഇസ് ഈക്വൽ ടു E - φ0. E എന്ന് പറഞ്ഞാൽ h⁻ ആണ്, φ0 എന്ന് പറഞ്ഞാൽ h⁻0 ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ന്യൂ ഇസ് ഈക്വൽ ടു c/λ ഉണ്ട്. അതും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 6.63 നിർത്താൽ മതി കേട്ടോ. 6.63 എടാ, രണ്ട് വാല്യൂ എടുക്കടാ. 6.626 പകരം 6.63 നിർത്തോളൂ. യെസ്, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഫൈനൽ ആൻസർ നിങ്ങൾ പറയുന്നുണ്ട്, സത്യമാണ് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എഴുതുന്നില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മളെ CBSE എക്സാമിന്റെ മാനം കാത്ത ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ചു നോക്കാം. Photoelectric emission occurs when surface is radiated with radiation of frequency nu1 and nu2. Maximum energy of electron emitted in two cases are K and 2K respectively. Obtain the expression for threshold frequency. അപ്പോൾ ഈ കാര്യം വെച്ചിട്ട് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇക്വേഷൻ എന്താ പറഞ്ഞത്? ഫോട്ടോഇലക്ട്രിക് എമിഷൻ. അയ്യോ, ഇതിൽ ഇനി ബി പാർട്ട് ഉണ്ടല്ലോ. വെരി സോറി, അതിൽ ബി പാർട്ട് ബാക്കിയുണ്ട്. സോറി, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം കേട്ടോ. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ എനർജി ഓഫ് റേഡിയേഷൻ ഇഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് with same wavelength is doubled? എന്താ സംഭവിക്കുക? സബ് ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് പറയോ? അതൊന്നുമില്ലടാ. ഷോർട്ട് കട്ട് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ വാല്യൂ ഇല്ലേ, ഇത് ഡെറിവേറ്റ് ആയിട്ട് ചെയ്തു വെക്കും, അത്രേ ഉള്ളൂ കേട്ടോ. സർ ബി ആൻഡ് സി മറന്നുപോയതാടാ, തിരിച്ചു വന്നിട്ടുണ്ട്. യെസ്, പറയൂ. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ എനർജി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഇഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓഫ് സെയിം ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് വിത്ത് സെയിം വേവ് ലെങ്ത് ഇസ് ഡബിൾഡ്? ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്താൽ എനർജി മാറോ? ഇല്ല. ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്താൽ കൂടുതൽ ഇലക്ട്രോൺസ് വരികയുള്ളൂ, ഇലക്ട്രോണിന്റെ എനർജി മാറില്ല. ഇഫ് ദ സെയിം ലൈറ്റ് ഫാൾസ് ഓൺ അനദർ സർഫസ് ഓഫ് വർക്ക് ഫംഗ്ഷൻ 6.5 ഇലക്ട്രോൺ വോൾട്ട്, വാട്ട് വിൽ ബി ദ എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ? അയ്യോ, അപ്പൊ അതിന്റെ വാല്യൂ വേണ്ടോടാ. ഇത് എത്ര കിട്ടിയത്? വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ എത്ര കിട്ടിയത്? ഇത് എത്ര കിട്ടിയത്? ഇത് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? No change. എടാ, വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടിയവരുണ്ടോ? ഇത് ചെയ്തിട്ട് വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടിയ ആളുകളുണ്ടോ? ഇലക്ട്രോൺ വോൾട്ടിൽ ആയിക്കോട്ടെ. ഇവിടെ കാരണം രണ്ടാമത്തെ ഭാഗത്ത് ഇലക്ട്രോൺ വോൾട്ടിലാണ്, 6.5 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. സോ വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടിയ ആരെങ്കിലും സഹായിച്ചേ. ചെയ്യേണ്ടി വരുമോ? ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ ഇടപെടേണ്ടി വരുമോ? (6.2) അല്ലേ? യെസ്, 6.2. സോ മക്കളെ, ഇത് 6.2 - 4.2 = 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമ്മൾ കൺഫേം ചെയ്തു. 6.2 - അപ്പോൾ ഇതിന്റെ വാല്യൂ 6.2 ആണ്. സോ ഇവിടെ പറഞ്ഞ കേസ് നോക്കിയേ,
If the same light falls on another surface of work function 6.5 electron volt, will there be an energy? What will be the energy of emitted electron? അതെങ്ങനെയാ പറയാ? ഇതാണ് വാല്യൂ കേട്ടോ. ബാക്കി ആൾക്കാരൊക്കെ ചെയ്ത് തെറ്റിയിട്ടുണ്ട്. 6.2 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്. 6.2 ആണ് വരുന്നത്. സോ 6.2 മൈനസ് 4.2 ആണ് അതിന്റെ എന്ത് കൈനറ്റിക് എനർജി. സോ വർക്ക് ഫംഗ്ഷൻ 6.5 ആണെങ്കിൽ മക്കളെ ഉണരൂ, ബുദ്ധി പ്രവർത്തിക്കട്ടെ. കാണുന്ന എല്ലാവരുടെയും ഉത്തരം കേൾക്കട്ടെ. എടാ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ആ സർഫസിന്റെ വർക്ക് ഫംഗ്ഷൻ നമ്മൾ വരുന്ന ലൈറ്റിന്റെ റേഡിയേഷൻ നമ്മൾ ലാംഡാക്ക് 2000 കൊടുത്തപ്പോൾ വരുന്ന റേഡിയേഷൻ എനർജി കിട്ടി 6.2 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ. 6.2 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള റേഡിയേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ മെറ്റൽ സർഫസിന്റെ വർക്ക് ഫംഗ്ഷൻ 6.5 ഉണ്ട്. വിൽ ദർ ബി എനി എമിഷൻ ഓഫ് ഇലക്ട്രോൺ? ഉണ്ടാവില്ലല്ലോ. നമ്മൾ പറഞ്ഞ ത്രെഷോൾഡ് ഫ്രീക്വൻസിന്റെ കണ്ടീഷൻ ഓർമ്മല്ലേ മക്കളെ? ത്രെഷോൾഡ് ഫ്രീക്വൻസി ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രം പോരെ. അതായത് അവിടുത്തെ സർഫസിന് ഒരു മിനിമം എനർജി വേണം. ആ എനർജീൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് നടക്കുള്ളൂ. ഇവിടെ ഈ സർഫസിന്റെ വർക്ക് ഫംഗ്ഷൻ 6.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. വന്നതിനാകെ 6.2 ഉള്ളൂ. സോ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും പറയടാ. നോ എമിഷൻ വിൽ ടേക്ക് പ്ലേസ്. സോ വാട്ട് വിൽ ദ എനർജി ഓഫ് ഇൻഡിവിജ്വൽ ഇലക്ട്രോൺ? അത് 0 ആകും, അല്ലെങ്കിൽ നോ എമിഷൻ. കാര്യം മനസ്സിലായോ? ഇതെല്ലാവർക്കും മനസ്സിലാവണം. യെസ്. നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. യെസ്. കൈനറ്റിക് എനർജിന്റെ വാല്യൂ -3 ആവും. അതുകൊണ്ട് തന്നെ അങ്ങനെയും പറയാല്ലേ, കൈനറ്റിക് എനർജിന്റെ വാല്യൂ മൈനസ് ആവും. അല്ലെങ്കിൽ നമ്മൾ കാണിക്കാറുണ്ട് എനർജി കൈനറ്റിക് എനർജി മൈനസ് എന്ന കാര്യം പോസിബിൾ അല്ല, അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവില്ല എന്ന് കാണിക്കലുണ്ട്. കാര്യം മനസ്സിലായില്ലേ? ഇൻസിഡന്റ് റേഡിയേഷന്റെ എനർജി എത്രയായിരുന്നു? 6.2 ഉള്ളൂ. ആ പുതിയ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 6.5 ആണ്. സോ വർക്ക് ഫംഗ്ഷനേക്കാൾ കുറവാണ്. നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അല്ലേ. വർക്ക് ഫംഗ്ഷന് സെയിം ആയി കഴിഞ്ഞാൽ ജസ്റ്റ് എമിറ്റ് ചെയ്യും, പക്ഷേ കൈനറ്റിക് എനർജി എപ്പോഴും 0 ആയിരിക്കും. കാര്യം മനസ്സിലായോ? വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ എമിറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കി കൈനറ്റിക് എനർജി ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ കാര്യം? സെറ്റ് അല്ലേ? അടുത്തേക്ക് പോകാം അല്ലേ. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. മനസ്സിലായി. റീസൺ ഒന്നും കൂടി റെക്കോർഡ് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ റീസൺ ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? എപ്പോൾ തീരും? വേഗം തീരും കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ occurs when surface is radiated with a radiation of frequency nu1 and nu2. ഓക്കെ ആയിക്കോട്ടെ. മാക്സിമം കൈനറ്റിക് എനർജി ഇലക്ട്രോൺ emitted in 2 cases are k and 2k respectively. Obtain the expression for threshold frequency. ഒന്നുമില്ല, നമുക്ക് കൈനറ്റിക് എനർജിക്ക് ഇക്വേഷൻ വെച്ച് തുടങ്ങാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? h nu minus h nu naught അല്ലേ. സോ ആദ്യത്തെ കേസിൽ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു k ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാട്ടോ, ദാറ്റ് ഇസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ നോട്ട്, ഇങ്ങനെ എഴുതാം. സോ ആദ്യത്തെ കേസ് 1 എങ്ങനെയാ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു k ആൻഡ് ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ വൺ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ കേസ് 1 k ഇസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് 1 ഇൻറ്റു ന്യൂ 0 എന്ന് എഴുതാം. കേസ് 2 എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 2k ആണ് ആൻഡ് ന്യൂ ഇസ് ഈക്വൽ ടു എത്രയാടാ? ന്യൂ 2 ആണ്. സോ അവിടുത്തെ k2, ഇത് k1 അല്ല, അവിടുത്തെ k1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 2k ഇസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ 2 മൈനസ് ന്യൂ നോട്ട്. ഇത് കിട്ടിയ കാര്യം മനസ്സിലായോ? ഒരു ലോജിക് കിട്ടിയില്ല സാർ. എന്നാൽ ലോജിക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാക്കി തരാം കേട്ടോ. ഇതൊക്കെ വരുമോ? ഇതൊന്നും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ട ക്വസ്റ്റ്യൻ അല്ലടാ. CBSE ടേം 2 2022 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് ആലോചിക്കാം. നിങ്ങൾ ഈ കാര്യമെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പറയാം. സോ നമുക്ക് എന്താ വേണ്ടത്? ന്യൂ 0ക്ക് ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ അതാണ്ട് ചേർത്ത് എഴുതിയാൽ ഇക്വേഷൻ ഈസി ആയിട്ട് കിട്ടും. 2 ഇൻറ്റു h ന്യൂ 1 മൈനസ് ന്യൂ 0 ഈക്വൽ ടു h ഇൻറ്റു ന്യൂ 2 മൈനസ് ന്യൂ 0. ഇത് രണ്ടും ചേർത്ത് എഴുതി. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ചേർത്ത് എഴുതി. 1 and 2. ഓക്കെ, വെട്ടാൾ ആൾക്കാരൊക്കെ വെട്ടുക. h ഉം വെട്ടി.
2nu1 minus 2nu0 equal to nu2 minus nu0. അപ്പോൾ nu0 അങ്ങോട്ട് കൊണ്ടുപോയി 2nu1 2nu1 minus nu2 is equal to minus nu0 plus 2nu0. ഇവിടെ എന്തുണ്ടാവും nu0 ഉണ്ടാവും 2 into 2nu1 minus nu2. അപ്പോൾ ഗാമയുണ്ട്, എഴുതി ഗാമയുണ്ട്. യെസ്, കാര്യം മനസ്സിലായോ? ഇതാണ് റിലേഷൻ. ഇതൊക്കെ വെറും മാത്തമാറ്റിക്സ് ആടാ. ഇതിപ്പോൾ വലിയ ഫിസിക്സ് ഒന്നും ഇല്ല കാര്യമായിട്ട്. തിരിച്ചിട്ട് മറിച്ചിട്ട് എഴുതാ ഇക്വേഷൻ കിട്ടുക. കാര്യം മനസ്സിലായി തന്നെ വിചാരിക്കുന്നു. നമുക്ക് ഇക്വേഷൻ വേണ്ട എന്തിനായിരുന്നു? ത്രെഷോൾഡ് ഫ്രീക്വൻസിക്കാണ്. അപ്പം ന്യൂനോട്ടാണ് ഉള്ളത്. അപ്പുറ സൈഡിൽ കൊണ്ടുപോകാൻ എന്താ ഉള്ളത്? 2nu1 മൈനസ് nu2. ഇതൊക്കെ വെറും ഈ ഇക്വേഷൻ അറിയെങ്കിൽ തിരിച്ചിട്ട് മറിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. യെസ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോണതിൻ്റെ മുന്നേ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയട്ടെ. ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞ കാര്യമല്ലേടാ, ശ്രദ്ധിച്ചോ. ഇത് നടക്കണമെങ്കിൽ ഒരു മെറ്റൽ വേണം. ഓക്കെ, ആ മെറ്റലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ പുറത്തേക്ക് പോണതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇത് മനസ്സിലായോ? ഈ ഫോട്ടോ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണടാ? ഇവിടെ നിന്ന് കുറച്ച് ലൈറ്റ് വന്ന് ഇടിക്കണം. ഈ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ അതിൻ്റെ എനർജി എത്രയാ? എനർജി E ഈക്വൽ ടു hν ആണ്. കാര്യം മനസ്സിലായോ? ഈ ഇലക്ട്രോൺസ് വന്നിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിന് ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇലക്ട്രോണിനെ ഈ സർഫസിന് എടുക്കാൻ എനർജി കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എനർജിയാണ്. ഓക്കെ, സോ വർക്ക് ഫംഗ്ഷൻ φ0 വെച്ചാണ് കാണിക്കുക. ദാറ്റ് ഈസ് h ഇൻറ്റു ന്യൂനോട്ട് എന്ന് കിട്ടും. അതായത് എനർജിയാണിത്, ഇതും എനർജിയാണ്. സോ h ന്യൂനോട്ട് എന്ന് എഴുതാം. അപ്പോൾ ആ കിട്ടിയ ന്യൂനോട്ടിനെ വിളിക്കുന്ന പേരാണ് എന്തടാ? ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇപ്പം കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ വന്ന ലൈറ്റിൻ്റെ റേഡിയേഷൻ ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഇലക്ട്രോണ് പുറത്തേക്ക് എത്തുള്ളൂ. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? അല്ലേ? ഇലക്ട്രോൺ പുറത്തേക്ക് എത്തുന്ന ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഒക്കർ ഓൺലി ഇഫ് എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ. കാര്യം മനസ്സിലായോടാ? അപ്പോൾ വന്ന എനർജി hν ആണ്. ഒരു ഭാഗം എന്തിനു ഉപയോഗിക്കും? hν0 എന്ന വർക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കും. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത് കൈനറ്റിക് എനർജി മാക്സിമം ആയിട്ട് ഉപയോഗിക്കും. ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഓക്കെ ആണോ? സോ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ മെറ്റൽ സർഫസ് ആണത്. ഇതിൻ്റെ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ 5 ആണ്. 5 മതി. ഇവിടെ വന്നതിൻ്റെ എനർജി 3 ആണ്. എമിഷൻ നടക്കുമോ? ഇല്ല. നോ എമിഷൻ. മനസ്സിലായോ? ഈ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ മാറുന്നില്ല. വരുന്ന എനർജി കൂടി 5 ആയി. എമിഷൻ നടക്കുമോ? നടക്കും. ഇവിടുന്ന് ഇലക്ട്രോൺ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങും. അവർക്ക് എന്തുണ്ടാവില്ല? കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. ജസ്റ്റ് ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങും. മനസ്സിലായോ? ഇനി വരുന്നതിൻ്റെ എനർജി 7 ആണ്. 7 ആണെങ്കിൽ എന്തുണ്ടാവും? 5 ഇതിനെ പുറത്തേക്ക് എടുക്കാൻ കിടക്കും. 2 കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പ്രകാരം കാര്യം പറഞ്ഞത്. ഇപ്പം ക്ലിയർ ആണോ കാര്യം? ഇതെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പോവാൻ കേട്ടോ. ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് വേണം, നിർബന്ധമായിട്ടും വേണം മക്കളെ. ഡ്രോ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ഫോട്ടോ കറണ്ട് 4 സെന്റിമീറ്ററിൽ തന്നിട്ട് നമ്മൾ ഗ്രാഫ് തന്നിട്ടുണ്ട്. വാട്ട് ഡസ് എക്സ് ആൻഡ് വൈ ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെന്റ്? എക്സ് എന്താടാ? എക്സ് ആൻഡ് എ. എക്സ് എന്താണത്? ഫോട്ടോ
കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. എക്സ് എന്താണ്? കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. അതായത് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുക ഫോട്ടോ കറണ്ട് വേഴ്സസ് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ അല്ലേ. സോ ഇവിടെ ഉള്ള എന്താ? കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലാണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് എന്താ? ഇവിടെ എത്തിയപ്പോൾ എന്തായി? സ്റ്റോപ്പായി. സോ അതിൻ്റെ പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ക്ലിയർ ആണോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതായത് ഇവിടെ സംഭവം വന്നിട്ട് നിന്നു. ഓക്കെ, ഡ്രോ ഗ്രാഫ് ഫോർ 3 ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഫ്രീക്വൻസി ഇൻസിഡന്റ് റേഡിയേഷൻ nu1, nu2 ആൻഡ് nu3 ഫോർ സെയിം ഇൻറ്റൻസിറ്റി. സെയിം ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഗ്രാഫ് വരും എങ്ങനെയാടാ? ഞാൻ ഗ്രാഫ് പെട്ടെന്ന് വരച്ചു വെക്കാം. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ടോ? ബിൻ്റെ ഗ്രാഫ് വരുമ്പോൾ സെയിം ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഈ ഒരു വര, രണ്ടാമത്തെ വര, മൂന്നാമത്തെ വര, ഇതാണ് ഗ്രാഫ് വരിക. ഇത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. ഇത് ഫോട്ടോ കറണ്ട്. 1 2 3. ഇത് വി. ഇത് ഫ്രീക്വൻസി nu1, ഇത് ഫ്രീക്വൻസി nu2, ഇത് ഫ്രീക്വൻസി nu3. ആർക്കാണ് ഫ്രീക്വൻസി കൂടുതൽ? nu1 ഗ്രേറ്റർ ദാൻ nu2 ഗ്രേറ്റർ ദാൻ nu3. ഗ്രാഫ് മനസ്സിലായില്ലേ? സോ ഫസ്റ്റ് പറഞ്ഞ എന്താ? സെയിം ഇൻറ്റൻസിറ്റി ആണ്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയാണ്. ഗ്രാഫ് ഇങ്ങനെ വരും. ഗ്രാഫ് സി. Draw the graph for 3 different values of intensities incident radiation I1, I2, I3 having same frequency. അപ്പോൾ എന്ത് വ്യത്യാസമാണ് വരിക? ഈ ഗ്രാഫ് തന്നെയാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ഫോട്ടോ കറണ്ട് ആണ്. ഇവിടെ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ആണ്. ഇനി ഇവിടെ എന്ത് മാറ്റാ വരുന്നത്? സെയിം ഇൻറ്റൻസിറ്റി, സെയിം ഫ്രീക്വൻസി. അപ്പോൾ സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ എന്ത് വാല്യൂ സെയിം വരിക? അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൻ്റെ വാല്യൂ സെയിം വരും. ഇങ്ങനെ വരയ്ക്കുക. ആ ഷേപ്പ് കിട്ടിയാണ്. ഇത് I1, ഇത് I2, ഇത് I3. ഇവിടെ I3 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ I1 ആണ്. ചോദിച്ചാൽ എങ്ങനെയാണെന്ന് ഇത് V3, V2, V1 ആക്കട്ടെ. V3 ഗ്രേറ്റർ ദാൻ V2 ഗ്രേറ്റർ ദാൻ V1. ക്വസ്റ്റ്യന് ചോദിച്ച പോലെ തന്നെ ഈ 2 ഗ്രാഫാണ്. ഇൻറ്റൻസിറ്റി കോൺസെപ്റ്റ് പറയാമോ? ഇൻറ്റൻസിറ്റി കോൺസെപ്റ്റ് പറയാം കേട്ടോ. ഇൻറ്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ മോർ നമ്പർ ഓഫ്, നോക്കടാ മക്കളെ, ഇൻറ്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ മോർ നമ്പർ ഓഫ് റേഡിയേഷൻസ് വരിക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസിനെ ആ സർഫസിന് ഇജക്ട് ചെയ്യാൻ പറ്റും. കാര്യം മനസ്സിലായോ? ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ വേവ്സ് അല്ലെങ്കിൽ കൂടുതൽ ഫോട്ടോൺസ് വരിക എന്നാണ് അർത്ഥം. അപ്പൊ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോണിനെ സർഫസിന് ഇജക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻറ്റൻസിറ്റി കൂടിയാൽ കൂടുതൽ ഇലക്ട്രോൺ പുറത്തു വന്നു പറഞ്ഞാൽ കൂടുതൽ കറണ്ട് ഉണ്ടാവും. അതാണ് ഫോർ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് നമുക്ക് ഫോട്ടോ കറണ്ട് ഇങ്ങനെ കൂടുതൽ കിട്ടാൻ. മനസ്സിലായോ? ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമാണുള്ളത്, ആ വരുന്ന ലൈറ്റിന്റെ എനർജി കൂടി എന്നാണ്. എനർജി കൂടിയാൽ എന്താ ചെയ്യുക? ഒരു പാർട്ട് വർക്ക് ഫംഗ്ഷൻ ആക്കും, ബാക്കി പാർട്ട് കൈനറ്റിക് എനർജി യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഫ്രീക്വൻസി കൂടി ഇപ്പോൾ കൈനറ്റിക് എനർജി കൂടി വന്നത്. മനസ്സിലാക്കി വെക്കണം. സോ ഫസ്റ്റ് ഗ്രാഫ് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ആക്കി വരച്ചിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വി ആർ മൂവിങ് ഫോർവേഡ്. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. നേരത്തെ നമ്മൾ പഠിച്ച അതേ കാര്യം വെച്ചുള്ള ചോദ്യമാണ്. പറഞ്ഞോളൂ. ലൈറ്റ് ഓഫ് സെയിം വേവ് ലെങ്ത് ഈസ് ഇൻസിഡന്റ് ഓൺ 3 photos in material A, B and C. The following observations are recorded. ലൈറ്റ് ഓഫ് സെയിം വേവ് ലെങ്ത്, ഒരേ ലൈറ്റ് വന്നിട്ട് 3 സർഫസിന് മുകളിൽ ഇടിച്ചു. ഫ്രം സർഫസ് A, photo electrons are not emitted. Compare threshold frequency of 3 surface, justify your answer. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി nu1 വിളിച്ചു. ഇതിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി nu01 വിളിച്ചു. nu01 ഇത് nu02 ഇത് nu0 എടുക്കണ്ട. A1 2 എടുക്കണ്ടല്ലോ, ABC ഉണ്ടല്ലോ. ഇത് nu0A, nu0B, nu0C. ഓക്കെ അല്ലേടാ? സോ ഫ്രം
സർഫസ് എ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ നോട്ട് എമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താ, ഈ വന്നിരിക്കുന്ന റേഡിയേഷനേക്കാൾ കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടല്ലേ അവിടെ എമിഷൻ നടക്കാത്തത്. രണ്ടാം സ്ഥലത്തിൽ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ജസ്റ്റ് എമിറ്റഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഈ വന്നിരിക്കുന്നതിന്റെ എനർജി എത്രയാണോ അത് തന്നെയാണ് ഈ രണ്ടാമത് വന്നിരിക്കുന്ന മെറ്റീരിയലിന്റെയും അല്ലെ, മനസ്സിലായോടാ. ഫ്രം സർഫസ് ഈ ഫോട്ടോ ഇലക്ട്രോൺ ഓഫ് സം കൈനറ്റിക് എനർജി ആർ എമിറ്റഡ്. അതായത് ഇതിന്റെ വർക്ക് ഫംഗ്ഷൻ വന്നിരിക്കുന്ന റേഡിയേഷനേക്കാൾ കുറവാണ്. കാര്യം മനസ്സിലായോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഏതിനാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ. μ0a ഈസ് ഗ്രേറ്റർ ദാൻ μ0b ഈസ് ഗ്രേറ്റർ ദാൻ μ0c. കാര്യം മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. μ0a ഈസ് ഗ്രേറ്റർ ദാൻ μ0b ഈസ് ഗ്രേറ്റർ ദാൻ μ0c. കാര്യം മനസ്സിലായോ? ഇല്ലേ? ഇനി നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം കൂടി പറയാൻ പറ്റും. ഇവിടെ എന്താ നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണില്ല. ഇവിടെ എന്താ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ട്, ബട്ട് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0. കാര്യം മനസ്സിലായോടാ അല്ലേ? ഇവിടെ എന്താ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ട്, കൈനറ്റിക് എനർജി ഈസ് നോട്ട് ഈക്വൽ ടു 0. അത് കൈനറ്റിക് എനർജിക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇതാണ് സംഭവിച്ചത്. ക്ലിയർ ആണോ കാര്യം? ആൽബർട്ട് ഗെയിമിങ് കാര്യം ഇപ്പം മനസ്സിലായോ? ഇനി വേറെ എക്സാമ്പിൾ വെച്ച് പറയണോ ഈ കാര്യം? ആൽബർട്ട് ഗെയിമിങ് യൂട്യൂബ് YTA ഒന്ന് പറഞ്ഞേ. പറയണോ? വേറെ എക്സാമ്പിൾ വെച്ച് പറയണോ? മാഗ്നറ്റ്സ് ആൻഡ് മൂവിങ് ചാർജ് എപ്പോൾ എടുക്കും? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് കൂടെ നിൽക്കാതെ തുടങ്ങിയിട്ട് ഇത് എത്രാമത്തെ മണിക്കൂറാണ്? ഇത് 5ാമത്തെ മണിക്കൂറാണ്. മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റ്സ് നമ്മൾ അനന്തു സർ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ലേ അനന്തു നാരായൺ AN വന്നില്ലേ? അദ്ദേഹം റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. നമ്മൾ 25 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേടാ. തിയറിയാണ് കുറച്ചുകൂടി വേണ്ടതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് അഥവാ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യും, വിൽ ഡു ദാറ്റ്. മാക്സിമം നമ്മൾ ചെയ്യും. ഇനി അഥവാ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഭാഗം നമുക്ക് നമ്മുടെ മാരത്തോണിൽ കൃത്യമായിട്ട് പറയാം. ഇന്ന് ഇനിയും ക്ലാസ് ഉണ്ട്, 5 മണിക്കുണ്ട്. സാർ ഒന്നുകൂടി പറയാമോ? നോക്കൂ, നേരത്തെ പറഞ്ഞ ആ കഥ അല്ലേ, ആ കഥ തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് വാല്യൂ ആക്കി പറയാം. സോ സെയിം വേവ് ലെങ്ത് ഇൻസിഡൻറ്റ് ചെയ്തു. ആ വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ എനർജിക്ക് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. എനർജി ഈസ് ഈക്വൽ ടു hc/λ. അതൊരു 10 കിട്ടിയതെന്ന് വിചാരിക്കുക, വെറുതെ വിചാരിക്കുക. ഓക്കെ, സോ 10 എനർജി വന്നപ്പോൾ ഫസ്റ്റ് സർഫസിന് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ല. അതായത് ആ ഫസ്റ്റ് സർഫസ് ABC പറഞ്ഞ 3 സർഫസ് ഉണ്ട്. ABC പറഞ്ഞ 3 സർഫസ് ഉണ്ട്. വന്ന ഇലക്ട്രോണിൻ്റെ എനർജി ഇനി പച്ച മലയാളത്തിൽ എഴുതി വെച്ച് പറയേണ്ടി വരും. ഇത് A, ഇത് B, ഇത് C. ഇവിടെയൊക്കെ എന്തുണ്ട്? ഇതിലൊക്കെ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ വന്നതാരാ? 10 എന്തോ ജൂളോ ഇലക്ട്രോൺ വോൾട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, 10 എനർജിയാണ് വന്നത്.
ഈ 10 എനർജി വന്നപ്പോൾ സർഫസ് എയിൽ നിന്ന് ബിയിൽ നിന്ന് സിയിൽ നിന്ന് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞത്? ഫ്രം സർഫസ് എ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ നോട്ട് എമിറ്റഡ്. ഒരൊറ്റ ഇലക്ട്രോൺ പോലും പുറത്തേക്ക് വന്നില്ല. അതിൻ്റെ അർത്ഥം എന്താടാ? ഇതിൻ്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഫൈ നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്നല്ലേ? ഇവിടെ നിന്ന് പുറത്തെടുക്കാൻ ആവശ്യമായ എനർജി 10നേക്കാൾ കൂടുതലാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇത് മനസ്സിലായോ? രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്? ഫ്രം സർഫസ് ബി ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ജസ്റ്റ് എമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ടു 10 ആണെന്നല്ലേ അർത്ഥം? കാരണം ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ ഒന്നിനത് അങ്ങോട്ട് കിട്ടി, ഇങ്ങോട്ട് വന്നു, ജസ്റ്റ് എമിറ്റ് ചെയ്തു, ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് എമിറ്റ് ചെയ്തു. ഇവിടുന്ന് ഒരാൾ പോലും ഇങ്ങോട്ട് വന്നില്ല. പക്ഷെ ഇവിടുന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണോ? കാര്യം മനസ്സിലായോ അല്ലേ? എന്നാൽ മൂന്നാമത്തേൽ എന്താ സംഭവിച്ചത്? ഫോട്ടോ ഇലക്ട്രോൺ വിത്ത് സം കൈനറ്റിക് എനർജി ആർ എമിറ്റഡ്. ഇവിടുന്ന് ഇലക്ട്രോൺ വരികയും ചെയ്തു, അത് തെറിച്ച് പോവുകയും ചെയ്തു. ഇലക്ട്രോൺ ഒന്ന് വന്നാൽ മതി, കൂടുതൽ എണ്ണം വരുമൊന്നും വേണ്ട. ഇലക്ട്രോൺ വരും ചെയ്തു, അത് പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈയുടെ വാല്യൂ എത്രയാണെന്ന് പറയേണ്ടി വരും? ഫൈ നോട്ട് ഈസ് ലെസ് ദാൻ 10 അല്ലേ? ഒരു 8 ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി, 2 ഉപയോഗിച്ചിട്ട് മുന്നിക്ക് പോയി. ഇപ്പം കാര്യം മനസ്സിലായോ? ഇത് ഫൈ നോട്ട് ഓഫ് എ ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ ഫൈ നോട്ട് ഓഫ് എ ഗ്രേറ്റർ ദാൻ 10 കാരണം അതല്ലേ ഏറ്റവും വലുത്. ഫൈ നോട്ട് ഓഫ് ബി ഈസ് ഈക്വൽ ടു 10 പറഞ്ഞാൽ അതിനേക്കാളും ചെറുതല്ലേ? ആൻഡ് ഫൈ നോട്ട് ഓഫ് സി എന്ന് പറഞ്ഞത് ഏറ്റവും ചെറുതല്ലേ? ഇത് വാല്യൂ എടുത്താൽ നമ്മൾ എത്രയാണ് വിളിച്ചത്? ഇത് മേ ബി ഗ്രേറ്റർ ദാൻ 10 പറഞ്ഞത് ഒരു 11 ആകാം, ചിലപ്പോൾ മേ ബി 11 ആയിരിക്കാം. ഇത് 10 തന്നെയാണ്, ഇതൊരു 8 ആകാം. ഇപ്പം കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇതാണ് അവിടെ സംഭവിച്ച കാര്യം. ഓക്കെ ആണെങ്കിൽ ആ കാര്യം പെട്ടെന്ന് പറഞ്ഞോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. ക്ലിയർ അല്ലേ? ആൻഡ് വി ആർ മൂവിങ് ടു സം ഇമ്പോർട്ടൻറ്റ് തിങ്സ്. കൃത്യമായി ശ്രദ്ധിക്കണം. ഫിഗർ ഷോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ഫോർ ഫോട്ടോ ഇലക്ട്രോൺ വേഴ്സസ് ലാംഡ ഫോർ 2 metals A and B, ലാംഡ ബീയിങ് ദ വേവ് ലെങ്ത് ഓഫ് ഇൻസുലേറ്റ്. ഹൗ ഈസ് ദ വാല്യൂ ഓഫ് Planck's constant ഡിറ്റർമൈൻഡ് ഫ്രം ദ ഗ്രാഫ്? അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുകയാണ്. ആദ്യം നമ്മളിവിടെ ഇമാജിൻ ചെയ്യുക, നമുക്ക് അവിടെ കിട്ടിയിരുന്നത് ന്യൂ ആണെന്ന് വിചാരിക്കുക. ന്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കുന്ന ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കണം. കൃത്യമായി ശ്രദ്ധിക്കണം. ഇത് കാര്യം നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. നമുക്ക് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? H nu is equal to H nu 0 പ്ലസ് കൈനറ്റിക് എനർജി എന്നുണ്ടായിരുന്നു. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എന്താ? V0 ആണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തു, H nu ഈക്വൽ ടു H nu 0 പ്ലസ് EV0 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടത് ഒരു സൈഡിൽ y ആണ് വേണ്ടത്. അത് നമുക്ക് EV0 ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി, ദാറ്റ് ഇസ് ഈക്വൽ ടു H nu മൈനസ് H nu 0. കാര്യം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അതായത് EV0 അവിടെ നിർത്തി, ഇവരെ അപ്പുറത്ത് കൊണ്ടുപോയപ്പോൾ H nu മൈനസ് H nu 0 ആയി. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് നല്ലോണം നോക്കിയപ്പോൾ V0 മാത്രം ഒരു സൈഡിൽ മതി. അപ്പോൾ V0 is equal to H divided by E into nu മൈനസ് H divided by E into nu 0 എന്ന് വന്നു. ആ ഇക്വേഷനിലേക്ക് നോക്കിയ സമയത്ത് ഇത് V ആണ്, ഇത് ന്യൂ ആണ്, മാറിപ്പോരുത്. ഈ ഇക്വേഷൻ എന്തിന് സിമിലറാ? ദിസ് ഈസ് സിമിലർ ടു y ഈക്വൽ ടു mx പ്ലസ് c. ഏതാണത്? ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ചാൽ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്തിട്ടൊരു കാര്യം എഴുതാം. കമ്പയറിങ് ഇക്വേഷൻ നമ്പർ 1 and 2 രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലായി? y എന്ന് പറഞ്ഞാൽ y ആക്സിലെ വേരിയബിൾ ആണ്, അത് v കിട്ടിയിട്ടുണ്ട്. x എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്, കണ്ടോ? x ആക്സിലെ സാധനം x ആണ്, അത് ന്യൂ ആണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്താൽ എക്സിൻ്റെ കൂടെ ഉള്ള ആളാണ് y, ദാറ്റ് ഈസ് m എന്താ? സ്ലോപ്പാണ്. സ്ലോപ്പ് m is equal to
h/e എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായോടാ. അതേപോലെ തന്നെ സി y ഇന്റർസെപ്റ്റ് ആണ്. y ഇന്റർസെപ്റ്റ് c ഈക്വൽ ടു എന്ത് കിട്ടും നോക്കിക്കേ, -h/e ഇൻറ്റു 𝛍0. കാരണം 𝛍0ക്ക് ഒരു വാല്യൂ ഉള്ളൂ, അത് മൊത്തം കോൺസ്റ്റന്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് മനസ്സിലായത്. ക്ലിയർ ആണോ മക്കളെ? ഇപ്പം കഴിയും, 5 മിനിറ്റ് കൊണ്ട് കഴിയും, 4:30 കഴിയും. സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്. സോ ഈ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടോ, ഈ വരയ്ക്ക് ഫോർ മെറ്റൽ എ ആണ്, ഇത് ഫോർ മെറ്റൽ ബി ആണ്, രണ്ടുപേർക്കും സ്ലോപ്പ് സെയിം ആണ്. സോ ഇതിൻ്റെ സ്ലോപ്പ് സാധാരണഗതിയിൽ സ്ലോപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? h/e ചെയ്താൽ മതി. പക്ഷെ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്? 1/ν ആവുമ്പോഴാണ്. സോ നമ്മൾക്ക് ഇവിടെ ഗ്രാഫിൽ തന്നത് എന്താടാ? ന്യൂ അല്ല എന്ന് പറയാൻ ലാംഡയാണ്. സോ ന്യൂ ഇസ് ഈക്വൽ ടു c/λ ഉണ്ട്. അപ്പൊ ന്യൂ കണ്ടോടെ നമ്മൾ എന്ത് കൊടുക്കണം? ലാംഡ കൊടുക്കണം. അപ്പോൾ ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ സ്ലോപ്പ് ഈക്വൽ ടു m is equal to hc/e lambda. ഇക്വേഷനെ മാറ്റി എഴുതാം. ഹിയർ v0 ഈക്വൽ ടു എന്താ വരിക? h ഇൻറ്റു c ഡിവൈഡ് ബൈ e ലാംഡ മൈനസ് h c ഡിവൈഡ് ബൈ e ലാംഡ 0. കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഹിയർ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു m ഈക്വൽ ടു 1/λ ആണ് അവിടുത്തെ വേരിയബിള്. ബാക്കി ഉണ്ടാവുക ഭാഗാര hc/e ആണ് ഉണ്ടാവുക. സാധാരണഗതിയിൽ ചോദിക്കാറ് എങ്ങനെയാ? ഇവിടെ ലാംഡയാണ് ന്യൂ ഫ്രീക്വൻസിയാണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ h/e കണ്ട സ്ലോപ്പ് കിട്ടും. പക്ഷേ ഈ സ്പെസിഫിക് കേസിൽ ഗ്രാഫ് എന്ത് വേഴ്സസ് ആണ്? ഹിയർ ഗ്രാഫ് ഈസ് v0 വേഴ്സസ് 1/λ ആണ്. സോ ഈ ചേഞ്ച് ഉണ്ടാവും. കാര്യം മനസ്സിലായോ? വേറെ എവിടേക്കൊക്കെയോ പോകുന്നുണ്ടോ? കാര്യം മനസ്സിലായോ? യെസ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ, ഹൗ ഈസ് ദ വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിറ്റർമൈൻഡ് ബൈ ദ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? Planck's constant from the graph, therefore Planck's constant from the graph equal to എന്താ പറയാൻ പറ്റുക? We have slope equal to hc/e. So h is equal to slope into e divided by c. Slope into e divided by c. ഇങ്ങനെയാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. സാധാരണ ഇതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? h/e ആണെങ്കിൽ സ്ലോപ്പ് ഇൻറ്റു ഇ ചെയ്താൽ കിട്ടും. പക്ഷെ ഇവിടെ സ്ലോപ്പ് അങ്ങനെ ചെയ്യണം. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്? വൃത്തിയായിട്ട് എഴുതാം. h is equal to ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക കേട്ടോ. സോ h is equal to സ്ലോപ്പ് ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ സി ആണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ കഴിയാനായി ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആൻഡ് വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒരുമിച്ച് ഉത്തരം പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 412.5 nanometer is incident on each of the metal given below, which of the following will show photoelectric emission and why? ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. ഞാനൊന്ന് കാണട്ടെ ഞങ്ങൾ ചെയ്യണത്. ഒന്ന് കാണട്ടെടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നാഗവല്ലി
മോളെ ഇത് കഴിഞ്ഞാൽ മോനോ മോളോ ആരായാലും ഇത് കഴിഞ്ഞാൽ റെസ്റ്റ് തന്നെയാണ്. If light of wavelength is given, which of the following will have photoelectric emission? Why? നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എനർജി കണ്ടുപിടിക്കണം. എനർജി ഈക്വൽ ടു എങ്ങനെ പറയാടാ? hc/λ അല്ലേ? വർക്ക് ഫംഗ്ഷൻ ആക്കണം. സോ അതിന് നമുക്ക് ഇ കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, hc/λe. അതായത് അപ്പം നമുക്ക് എന്ത് കിട്ടും? എനർജി എന്തിൽ കിട്ടും? വർക്ക് ഫംഗ്ഷൻ ആക്കണം, ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടും. അതിനു വേണ്ടി ഞാൻ സൂത്രം പറഞ്ഞുതരാം. hc/e ഇൻറ്റു 1/λ എന്ന് എഴുതാം. ഈ hc/eക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 1240 എന്ന് എഴുതാം. ഓക്കെ, 1240 ഡിവൈഡഡ് ബൈ ലാംഡേൻ്റെ വാല്യൂ കൊടുത്താൽ മതി. ഓരോ കേസിലും ലാംഡ കിട്ടിയാൽ അത്രയും ഇലക്ട്രോൺ വോൾട്ട്. അതാണ് ഞാൻ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞത്. hc/eക്ക് വരെ 1240 എന്ന് കൊടുത്താൽ മതി. 1240 എന്ന് കൊടുത്താൽ മതി. എപ്പോഴേ അത് പറ്റുള്ളൂ അറിയോ? ഇത് ഉത്തരം നാനോമീറ്ററിലാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ പവറിൽ വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് പറയാം. if wavelength is in nanometer, hc/e equal to 1240. ഓക്കെ, വേവ് ലെങ്ത് വേറെ വല്ല യൂണിറ്റിലാണെങ്കിൽ ഇവിടെ പവറിൽ വ്യത്യാസം വരുന്നെങ്കിൽ ബാക്കി ഓക്കെയാണ്. സോ ഓരോ കേസിലും കണ്ടുപിടിക്കുക. അപ്പോൾ ലാംഡേൻ്റെ എത്രയാണ് വരുന്നത്? 1240 ഡിവൈഡഡ് ബൈ എത്രയാണ് വരുന്നത്? 412.5. എത്ര ഒരു ആൻസർ? 3.10. 3.10 ആണോ? ഒന്ന് 2 4 0 ഡിവൈഡഡ് ബൈ 412.5. 3 സംതിങ്. സോ 3.00 എന്നാണ്. അപ്പോൾ 3 എടുക്കാം. അപ്രോക്സിമേറ്റ്ലി 3 ഇലക്ട്രോൺ വോൾട്ട്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്തായിരുന്നു? ആ വന്ന ലൈറ്റിൻ്റെ എനർജി 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഏതൊക്കെ സർഫസിന് എമിഷൻ നടക്കും? ആരുടെയാണോ വർക്ക് ഫംഗ്ഷനേക്കാൾ കുറവ് അവർക്ക് മാത്രമേ നടക്കുള്ളൂ. സോ ഇതിനും നടക്കും അല്ലേ? ആർക്കൊക്കെ നടക്കുക? ഹിയർ energy is equal to 3 electron volt. Energy of incident radiation equal to 3 electron volt. So emission from Na and K only. So this is it. This is the end. Thank you very much. Tata. Sir, board കാണുന്നില്ല. ബോർഡ് പോയോ? So that's all. Thank you very much മക്കളെ. കാര്യം ഞാൻ പറഞ്ഞ ഇതൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ആ പറഞ്ഞ അത്രയും ചാപ്റ്റേഴ്സ് തീർത്തിട്ടുണ്ട്. You will hope, നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഉടനെ തന്നെ മൂവിംഗ് ചാർട്ടിൽ വരുന്നു. അഥവാ സാറിന് തിരക്കാണെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് പഠിക്കേണ്ട. നമുക്ക് ആ കാര്യം നമുക്ക് സെറ്റാക്കി തരാം. എവിടെ? റിവിഷനിലല്ല, മാരത്തോണിൽ സെറ്റാക്കി തരാം. നാളെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞങ്ങൾ 3 പേരും വരുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട്, ജസീൽ സാർ വരുന്നുണ്ട്, നിതിൻ സാർ വരുന്നുണ്ട്. സോ അവിടെ കാണണം. നമുക്ക് തകർത്ത് മൾട്ടിപ്പിൾ ചോയ്സ് നോക്കണം. മറ്റന്നാൾ നമ്മൾ മാരത്തോണായിട്ട് ഈ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഡെറിവേഷൻസ് നോക്കണം. ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കി. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ഗൈസ്. സോ ദിസ് ഈസ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. കാര്യം മനസ്സിലായിട്ടെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ എഴുതണം. അത് മാത്രമാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരേ ഒരു മാർഗം. സോ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള മാർക്ക് തന്നെ കിട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു.